അവര് കടലിന്റെ ഉള്ളിൽ പ്രക്ഷുബ്ധമായ കാലാവസ്ഥ നേരിട്ടപ്പോൾ കരയിൽ തിരിച്ചു വന്നതാണ് രക്ഷപ്പെടാൻ വേണ്ടി. രക്ഷപ്പെടാൻ വേണ്ടി വന്ന 2 മത്സ്യത്തൊഴിലാളികളാണ് അവിടെ അപകടത്തിൽപ്പെട്ടത്. ഒരാള് കാണാതായി, ഒരാൾ മരിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ചവര് ഒരു ഹാർബറിനുള്ളിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഡീസൽ ഇല്ല, വള്ളത്തിന് സൗകര്യമില്ല, ഇതിന് ടെൻഡറിന് പൈസ കൊടുത്തവര് ടെൻഡറിന് പൈസ കൊടുത്തില്ല, പുതിയ ടെൻഡർ കിട്ടിയില്ല, വാടകയ്ക്ക് ബോട്ട് കിട്ടിയില്ല. ഇതൊക്കെയാണ് കാരണങ്ങളായിട്ട് പറയുന്നത്. ബോട്ട് ഇറക്കാതിരിക്കാൻ ഒരു മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ അവിടെ അപകടത്തിൽ പെട്ട് കിടക്കുകയാണ്. അവര് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അനങ്ങിയിട്ടില്ലല്ലോ. ഫിഷറീസ് മിനിസ്റ്റർ ഇതിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല. അദ്ദേഹം ഒരിക്കൽ പോലും ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടില്ല. ഫിഷറീസ് മന്ത്രി ഇതൊന്നും അറിയാത്ത ആള് പോലെയാണ് തോന്നുന്നത്. അയാൾക്ക് ഈ മേഖലയെ കുറിച്ച് വലിയ പരിചയമോ തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആ വിവരം കൊടുക്കുകയാണ്. ഇന്ന് 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും. അപ്പോ മത്സ്യത്തൊഴിലാളികൾ പറയാണ്, നിങ്ങൾ 40 കിലോമീറ്റർ വേഗതയിലാണ് വിൻഡ് പ്രവചിച്ചത്, പക്ഷെ ഇന്ന് 10 കിലോമീറ്റർ വേഗതയിലേ ഉണ്ടായുള്ളൂ. അപ്പോ കുറെ ദിവസമായിട്ട് ഇത് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ വെതർ മോഡലിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതനുസരിച്ച് നമ്മുടെ സ്കെയിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്തണ്ടേ? പക്ഷെ അത് നടക്കുന്നില്ല. ആരെങ്കിലും അക്കൗണ്ടബിൾ ആക്കിയാലേ ഇതിനൊരു പരിഹാരം കാണുള്ളൂ. എങ്കിലേ ഇവിടെ കൃത്യമായ പഠനം നടക്കും. ഞാൻ പറയുന്നത് ഇതുവരെ മരിച്ച ഏകദേശം 80 കൂടുതൽ ആളുകളാണ് അതിന്റെ അകത്തും പുറത്തുമായി അതിന്റെ പരിസരത്തുമായിട്ട് ഈ മുതലപ്പൊഴി ഹാർബറിന് വന്നതിന് ശേഷം മരിച്ചിരിക്കുന്നത്. മുതലപ്പൊഴിയിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ അക്കൗണ്ടബിലിറ്റി ആരെങ്കിലും ഏറ്റെടുത്തേ പറ്റുള്ളൂ. അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അങ്ങനെ, CWPRS ആണെങ്കിൽ അങ്ങനെ, അതിനുവേണ്ടി പഠനം നടത്തിയവരാണെങ്കിൽ അങ്ങനെ, ചെന്നൈ IIT ആണ് അത് ഡിസൈൻ ചെയ്തെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്തെങ്കിൽ അങ്ങനെ, അവര് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റുള്ളൂ. രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ആളുകൾ ആരായിരിക്കണം എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം അവരാകുമ്പോൾ അവിടെ കടലുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു അറിവുണ്ട്. ഇപ്പൊ ശാസ്ത്രലോകം അതിനെ റിലേഷണൽ സയൻസ് എന്നാണ് പറയുന്നത്. തീരദേശ മേഖല വീണ്ടും ഒരു വലിയ ദുരന്തമുഖത്തൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിലാണ് നമ്മൾ വീണ്ടും സംസാരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഈ വിഷയം ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളുകളും കൂടിയിട്ടാണ്. മഴ കനക്കുന്നു, കടലിലും കരയിലും ഒക്കെ മഴയുടെ കാലാവസ്ഥ, മൊത്തത്തിലുള്ള കാലാവസ്ഥയുടെ സ്വഭാവം മാറാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി വീണ്ടും ശക്തിയാർജിക്കുന്നു. തീവ്ര സ്വഭാവമുള്ള കാറ്റും മഴയൊക്കെ സംഭവിക്കുന്നു. പക്ഷേ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിനനുസരിച്ച് നമ്മുടെ നയങ്ങളോ നമ്മളുടെ ക്രമീകരണങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു വലിയ വിഭാഗത്തെ അതിൻ്റെ ജീവിത രീതികളുമായി വെച്ചുകൊണ്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ളൊരു പുതിയ തരത്തിലുള്ള അപ്രോച്ചോ സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള മരണങ്ങൾ, 3 പേരുടെ ആൾക്കാരെ കാണാനില്ല, തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ കുടുംബങ്ങളൊക്കെ ഭയങ്കരമായ ആശങ്കയിലാണ് ഇരിക്കുന്നത്. നമ്മളത് നിരന്തരം മാധ്യമങ്ങളിൽ കൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു സർക്കാർ അധികാരം ഏറ്റെടുത്തിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ ഒരു സിസ്റ്റം നിലനിൽക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ്. ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെ ആക്ട് ചെയ്യണം, A to Z പ്രശ്നങ്ങളാണ്. റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറയുന്നത് തന്നെ പ്രശ്നത്തിലാണ്. എന്താണ് ആക്ച്വലി ആ ദിവസങ്ങളിൽ സംഭവിച്ചത്? വീഴ്ചകൾ എന്തൊക്കെയായിരുന്നു? എങ്ങനെയൊക്കെയാണ് അതിനെ പരിഹരിക്കാൻ പറ്റുക? നമ്മൾ മനസ്സിലാക്കേണ്ടത്, സർക്കാർ മാറി 3 മാസം ആയി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ മുമ്പ് സർക്കാരിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോഴും ആ തലങ്ങളിൽ ഇരിക്കുന്നത്. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി സെയിം ആളാണ്. അതുപോലെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ സെയിം ആളാണ്. ഇപ്പോൾ കളക്ടർ എടുക്കുകയാണെങ്കിൽ ഇവരൊക്കെ എല്ലാം സെയിം ആണ്. അപ്പം സിസ്റ്റം തുടർച്ചയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റം തുടർച്ചയാണ്. ഭരണം മാത്രമേ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമേ മാറിയുള്ളൂ. ഉദ്യോഗസ്ഥരൊന്നും വലുതായിട്ടൊന്നും മാറിയിട്ടില്ല. പ്രത്യേകിച്ച് ഫിഷറീസ് സെക്ടറിലെ ഉദ്യോഗസ്ഥരൊന്നും വലുതായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഈ സിസ്റ്റത്തിലുള്ളവർക്ക് അറിയാം മൺസൂണിൽ എങ്ങനെയാണ് കടലിന്റെ സ്വഭാവം, കാറ്റിന്റെ സ്വഭാവം, മഴ എങ്ങനെയാണ് ബാധിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കോ അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കോ സ്റ്റേറ്റ് ലെവലിൽ അതുപോലെ ഡിസ്ട്രിക്ട് ലെവലിലുള്ള ആളുകൾക്ക് ഇത് അറിയാമാണ്. കളക്ടറേറ്റിനൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ജൂലൈ 31 രാത്രിയോടുകൂടിയൊക്കെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻ തുടങ്ങേണ്ടത്
ഓഗസ്റ്റ് 1 തീയതി മുതലാണ്. അപ്പോൾ അത് നടന്നിട്ടുണ്ടോ എന്നിട്ടുള്ള ഈ സർക്കാർ മാറിയതല്ല, ഈ സിസ്റ്റം അവിടെ ഉണ്ട്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മൺസൂൺ അത്ര ശക്തമല്ലായിരുന്നു ഈ വർഷം. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് മൺസൂൺ അതിന്റെ ശക്തി കുറഞ്ഞു വരുന്ന ഒരു ഇത് ഉണ്ടാകുന്നുണ്ട്. അതേസമയം ചില സമയങ്ങളിൽ കാറ്റ് അതിനെ തീവ്രമായി വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ആദ്യം നമുക്ക് ഈ വെതർ ഇൻഫർമേഷൻ, നമുക്ക് കാലാവസ്ഥ വിവരം ശരിക്കും കൊടുത്തിട്ടുണ്ടോ, മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടോ എന്ന് തന്നെ പരിശോധിക്കാം. നമ്മളിത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാതായിരിക്കുന്നത് 3 മത്സ്യത്തൊഴിലാളികളാണ്. നീണ്ടകരയിലും അഞ്ചെങ്ങ് മുതലപ്പുഴയിലും അതുപോലെ വിഴിഞ്ഞത്തുനിന്ന് പണിക്ക് പോയ പുല്ലുവിളയില്, അങ്ങനെ 3 പേരാണ് നമുക്ക് കാണാതായിരിക്കും. ഇവർ 3 പേരും അപകടത്തിൽപ്പെടുന്നത് 31 തീയതിയാണ്. അപ്പൊ ഇത് നമ്മൾ ഇവിടെ പറയുന്നത് കാണാതായവരെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ മരിച്ചുപോയവരുണ്ട്. ഇപ്പം നമ്മുടെ മുതലപ്പുഴയിൽ തന്നെ 2 പേരല്ലാതെ മരിച്ചിട്ടുണ്ട്. 2 പേര് കാണാതായതിൽ ഒരാളുടെ ശരീരമാണ് നമുക്ക് കിട്ടിയത്. ഇനി അതിൽ തന്നെ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളുണ്ട്, വള്ളവും വലയും ഉപേക്ഷിച്ച് വന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്. അപ്പം മനുഷ്യരുടെ നഷ്ടത്തോടൊപ്പം തന്നെ യാനങ്ങളുടെ നഷ്ടമുണ്ട്, വലകളുടെ നഷ്ടമുണ്ട്, എഞ്ചിന്റെ നഷ്ടമുണ്ട്, അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളുണ്ട്, അപകടം സംഭവിച്ച മത്സ്യത്തൊഴിലാളികളുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് എടുക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഈവൻ ഇപ്പോ ഈ ചർച്ചകളിൽ പോലും അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. അതുപോലെ യാനങ്ങൾ ഉപേക്ഷിച്ച് വന്ന മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ എഞ്ചിന് കേടുപറ്റുക, അതുപോലുള്ള ഇതൊന്നും നമുക്ക് വലുതായിട്ട് ചർച്ചയിൽ വന്നിട്ടില്ല. അപ്പൊ അതും ഒരു കാര്യം. അപ്പോ 31 തീയതി നമുക്ക് കാലാവസ്ഥാപരമായിട്ടുള്ള മുന്നറിയിപ്പുകളൊന്നും തന്നെ ഇവർ പണിക്ക് പോകുന്ന സമയത്ത് എന്തായാലും ഇല്ലായിരുന്നു. അഥവാ പോയാൽ തന്നെ പ്രിപ്പയർഡ് ആയിട്ട് പോകാൻ പറ്റും. പക്ഷെ ഇത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മത്സ്യത്തൊഴിലാളികൾക്ക് തീരുമാനം എടുക്കാം, ഇന്ന് കാലാവസ്ഥ ഇത്ര വേഗത്തിൽ കാറ്റ് വീശുന്നുണ്ട്, ഇന്ന സ്ഥലത്തു നിന്നാണ് കാറ്റ് വരുന്നത്. അത് ഈ കാറ്റിന്റെ ഗതി അനുസരിച്ചുണ്ട്. കാറ്റിന്റെ സ്പീഡ് മാത്രമല്ല, ഇപ്പോൾ 40 കിലോമീറ്റർ കൂടുതലാണെങ്കിൽ എങ്ങനെയാണ് കടലിലെ കാലാവസ്ഥ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അതുപോലെ തന്നെ വിൻഡിന്റെ ഡയറക്ഷൻ നോർത്ത് വെസ്റ്റ് ആണെങ്കിൽ എങ്ങനെ, അല്ലെ വെസ്റ്റേർലി വിൻഡ് ആണെങ്കിൽ എങ്ങനെ, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. സാധാരണ കാലാവസ്ഥ വരെ എന്താണ്, കാറ്റ് 40 കിലോമീറ്റർ 50 മീറ്റർ വേഗതയിൽ വീശും, നിങ്ങൾ കടലിൽ പോകരുത്, ഇത്രയേ ഉള്ളൂ. ഇത് മാത്രമാണ് കാലാവസ്ഥ കൊടുക്കുന്നത്. അറബിക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായി, അല്ലെങ്കിൽ കാലവർഷം പ്രക്ഷുബ്ധമായ കാലവർഷം ശക്തി പ്രാപിച്ചു, അതുകൊണ്ട് 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇന്ന സ്ഥലങ്ങളിലുള്ളവര്, ഇന്ന സ്ഥലം എന്ന് പറയുമ്പം തിരുവനന്തപുരത്തെ സ്ഥലമോ അല്ലെങ്കിൽ കൊല്ലത്തെ സ്ഥലം അങ്ങനെയല്ല, അങ്ങനെ സ്പെസിഫിക് ആയിട്ടല്ല പറയുന്നത്. കേരളത്തിലുള്ളവരും ലക്ഷദ്വീപിലുള്ളവരും കർണാടക സ്റ്റേറ്റിലുള്ളവരും തമിഴ്നാട് സ്റ്റേറ്റിലുള്ളവരും പോകരുത് എന്നാണ് പറയുന്നത്. വലിയൊരു സ്കെയിലാണ് പറയുന്നത്. അതാണ് ഈ കാലാവസ്ഥ വിവരവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ പ്രശ്നം അതാണ്. അപ്പം മുഴുവൻ കേരളത്തെ സംബന്ധിച്ച്, കേരളം എന്ന സംസ്ഥാനം മാത്രം എടുക്കുകയാണെങ്കിൽ കേരളത്തെ സംസ്ഥാനത്തിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും കടലിൽ പോകരുത് എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. ചിലപ്പോ നമുക്ക് കോഴിക്കോട് ഉണ്ടാകുന്ന ഒരു കാറ്റ് അത് തിരുവനന്തപുരത്തെ ബാധിക്കണമെന്നില്ല. അതുപോലെ കന്യാകുമാരിയിൽ ഉണ്ടാകുന്ന കാറ്റ് ഒരു പക്ഷെ തിരുവനന്തപുരത്ത് ബാധിക്കാം. ഇത് രണ്ടും ഉണ്ട്. അത് തമിഴ്നാട് സ്റ്റേറ്റിന്റെ അതിലാണ് വരുന്നതെങ്കിൽ കന്യാകുമാരിയിൽ ഉണ്ടാകുന്ന കാറ്റ് ഒരു പക്ഷെ തിരുവനന്തപുരത്തെ ബാധിച്ചേക്കാം. ഇതാണ് നമ്മൾ പരിഗണിക്കേണ്ട വിഷയം. നമ്മൾ ഇതുവരെയുള്ള ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്, ഒന്നുകിൽ ഈ കാലാവസ്ഥ വരും ഓവർ ഫോക്കാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അണ്ടർ ഫോക്കാസ്റ്റ് ആയിരിക്കും. ഓവർ ഫോക്കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കാറ്റിന്റെ വേഗത 10-15 കിലോമീറ്റർ ആയിരിക്കും, പക്ഷെ നമ്മൾ 40-50 എന്ന് പറഞ്ഞ് പ്രെഡിക്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ യഥാർത്ഥ കാറ്റ് 50-60 ആയിരിക്കും, പക്ഷെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന 10-15 ആയിരിക്കും. കാണാതായ ജോണേട്ടന്റെ മകളിൽ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, പ്രഡിക്ഷനില് ഒരിക്കൽ 40-50 കിലോമീറ്റർ ആയിരുന്നു, പക്ഷെ ഉണ്ടായത് 10-15 ഉള്ളൂ. ഇത് തമ്മിലുള്ള അന്തരം നോക്കൂ എന്ന് പറയുന്നുണ്ട്. ഇത് ഇവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതുമാണ്. ഇത് തെറ്റിദ്ധരിപ്പിക്കുക മാത്രമല്ല, കാലാവസ്ഥ ഇവര് തരുന്ന കാലാവസ്ഥ ട്രസ്റ്റ് ചെയ്യേണ്ട എന്ന ഒരു അവസ്ഥയിലൂടെ അവരെത്തുന്നതാണ്. അപ്പൊ ഇത് ഈ സമയത്ത് തന്നെ എടുക്കാം. 31 തീയതിയുള്ള കാലാവസ്ഥ വിവരമാണ് പറഞ്ഞത്. അത് കൊടുക്കുന്നത് ഒരു 2 മണിക്ക് ശേഷമാണ്. അതായത് മത്സ്യത്തൊഴിലാളികൾ രാത്രി പണിക്ക് പോകുന്ന ആളുകൾ പണിക്ക് തുടങ്ങിയതിന് ശേഷമാണ് കാലാവസ്ഥ വിവരം തന്നെ ഈ കാലാവസ്ഥ വിതരണം ചെയ്യുന്ന ആളുകൾ അതിന്റെ തൊട്ടടുത്തുള്ള ഏജൻസികൾക്ക് കൊടുക്കുന്നത്. ഇനി ഈ 31 തീയതിക്ക് മുമ്പുള്ള ദിവസങ്ങളിലും
ഇതേ കാലാവസ്ഥ വിവരങ്ങൾ കൊടുത്തിരുന്നു. ഓ അപ്പൊ അന്നൊന്നും കാറ്റ് നന്നായിട്ട് വീശിയില്ല, അത്രയും വേഗത്തിൽ കാറ്റ് വീശിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈവൻ കാലാവസ്ഥയുടെ പ്രവചനം അനുസരിച്ച് വിഷൻ ചെയ്യുന്ന ആളുകൾക്ക് പോലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല കാലാവസ്ഥ വിവരങ്ങൾ എന്നുള്ളതാണ്. അതാണ് ജോണിന്റെ മകൾ ജിജി പറഞ്ഞത്. കാരണം അതിനു മുമ്പുള്ള ദിവസങ്ങളിലെല്ലാം എപ്പോഴും കടലിൽ പോകരുത്, പക്ഷെ അന്നൊന്നും കാറ്റുണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ 13-ാം തീയതി വരെ കേരളത്തിലെ ലക്ഷദ്വീപിലെയും കർണാടകയിലെയും തമിഴ്നാട്ടിലെയും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് പറയും ഈ 13-ാം തീയതി, ഈ ഓഗസ്റ്റ് 13 വരെ. പക്ഷെ അങ്ങനെ അത്രയും അവര് പറയുന്ന അത്രയും കാറ്റ് കടലില്ല. എന്തായാലും തിരുവനന്തപുരം തീരപ്രദേശങ്ങളിൽ അത്രയും കടല് കാറ്റില്ല. അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്? അതായത് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് എന്താ പറയാ, മോഡൽസ് എല്ലാം വെച്ചിട്ട് വേരിയേഷൻ വന്നേക്കാം, പല ഏജൻസികളും പല രീതിയിൽ പ്രഡിക്ഷൻ നടത്തിയേക്കാം. എന്നാൽ പോലും ഇത്രയധികം വേരിയേഷനിൽ ഇവർ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ തെറ്റായ വിവരമായിരിക്കണ്ടേ കൊടുക്കുന്നത്? ഇവരുടെ മോഡലിൽ, വെതർ ഫോർകാസ്റ്റ് മോഡലിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ആ മാറ്റം വരുത്തുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യണ്ടേ. ഇപ്പൊ നമ്മളൊരു 40 കിലോമീറ്റർ വിൻഡ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തു. അപ്പോ നമ്മളത് തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആ വിവരം കൊടുക്കുകയാണ്. ഇന്ന് 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും. അപ്പോ മത്സ്യത്തൊഴിലാളികൾ പറയാണ്, നിങ്ങൾ 40 കിലോമീറ്റർ വേഗതയിലാണ് വിൻഡ് പ്രവചിച്ചത്, പക്ഷെ ഇന്ന് 10 കിലോമീറ്റർ വേഗതയിലേ ഉണ്ടായുള്ളൂ. അപ്പോ കുറെ ദിവസമായിട്ട് ഇത് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ വെതർ മോഡലിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. അതനുസരിച്ച് നമ്മുടെ സ്കെയിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്തണ്ടേ. പക്ഷെ അത് നടക്കുന്നില്ല. ചെറിയ വേരിയേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് 5-10 കിലോമീറ്റർ. അപ്പം 100% ആക്യുറസി ആരും പറയുന്നില്ല. ഒരു വെതർ പ്രഡിക്ഷനും ആരും മോർ ദാൻ 70% ആക്യുറസി ആരും പറയുന്നില്ല. പക്ഷെ ഇത് 10 കിലോമീറ്ററും 50 കിലോമീറ്ററും തമ്മിൽ വലിയ അന്തരമല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ 15 കിലോമീറ്റർ കാറ്റ് പറയുമ്പോൾ 50 കിലോമീറ്റർ കാറ്റ് വീശുക എന്ന് പറഞ്ഞാൽ വലിയ അന്തരമാണ്. അപ്പൊ ഇതിലാണ് പ്രശ്നം. അപ്പൊ ഫോർകാസ്റ്റിംഗിന്റെ മോഡലിംഗിൽ ഉപയോഗിക്കുന്ന മോഡലിംഗിൽ പ്രശ്നമുണ്ട്. ഇനി അഥവാ പ്രശ്നം ഇല്ലെങ്കിൽ തന്നെ ഇത് ഈ മത്സ്യത്തൊഴിലാളികളുമായിട്ടുള്ള പ്രശ്നമുണ്ടെങ്കിൽ ഈ കുറച്ചുകൂടി ആക്യുറേറ്റ് ആകുന്നതിന് വേണ്ടി മത്സ്യത്തൊഴിലാളികളുമായിട്ട് നിരന്തരമായിട്ട് ഈ ഫോർകാസ്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇംപ്രൂവ് ചെയ്യാനുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാവുന്ന ഒരു കാര്യം. ഇനി രണ്ടാമത് ഈ ഫോർകാസ്റ്റ് എപ്പോ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം മത്സ്യത്തൊഴിലാളികൾ അവരുടെ തൊഴിലിന് പോയതിനു ശേഷം കൊടുത്തിട്ട് കാര്യമില്ല. കാരണം നമുക്ക് 2-വേ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഓഫീസ് മുതൽ പറയുന്നതാണ്. 2-വേ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. 2-വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നേ ഒരു പക്ഷേ നമുക്ക് കടലിൽ പോയവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ കടലിൽ പോയവർക്ക് ഇതുവരെ നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതികൾ എന്തൊക്കെയാ? ഇപ്പൊ കൊടുക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക. ഇത് എത്ര മത്സ്യത്തൊഴിലാളി ഫേസ്ബുക്ക് കാണുമെന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഒരു പള്ളികളിൽ അടുത്തുള്ള സ്ഥാപനങ്ങളിലോ പോലീസ് വഴിയോ വിവരം അറിയിക്കുക. അതൊക്കെയാണ് സാധാരണ പോലീസ് വിവരം അറിയിച്ച അടുത്തുള്ള ആളുകളെ അറിയിക്കാറുണ്ട്. ചില സമയങ്ങളിൽ പോലീസ് തന്നെ എല്ലാ വില്ലേജുകളിലും പോയി അറിയിക്കാറുണ്ട്. പക്ഷെ ഈ സമയത്ത് ചെന്ന് അറിയിക്കാറുണ്ട്. പക്ഷെ ഈ സമയത്ത് അതൊന്നും ഉണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമുക്ക് കൃത്യമായ കാലാവസ്ഥ കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാനമാണ്. മത്സ്യത്തൊഴിലാളികൾ എപ്പോഴൊക്കെയാണ് പണിക്ക് പോകുന്നത് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഇപ്പൊ രാവിലെ ആണ് പണിക്ക് പോകുന്നവരെങ്കിൽ അവർക്ക് രാത്രിയാണ് കാലാവസ്ഥ വിവരം വേണ്ടത്. രാത്രിയാണ് പണിക്ക് പോകുന്നവർക്ക് അവർക്ക് പകൽ കാലാവസ്ഥ വിവരം വേണം. അപ്പം മത്സ്യത്തൊഴിലാളികൾ എപ്പോഴൊക്കെയാണ് പോകുന്നത് അതിനനുസരിച്ചാണ് അവർക്ക് വിവരം കൊടുക്കേണ്ടത്. അതൊരു കാര്യം. ഇനി നമ്മൾ കാലാവസ്ഥ വിവരങ്ങൾ കൊടുക്കുന്നവർ മനസ്സിലാക്കേണ്ടത് മത്സ്യത്തൊഴിലാളികൾ എത്ര ദൂരം പണിക്ക് പോകുന്നു, ഏതൊക്കെ ദിശയിലോട്ട് പോകുന്നു. അപ്പൊ അതാണ് നമ്മൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഈ മേഖലയിൽ. ഇപ്പൊ ഇവിടെ നിന്ന് നമ്മുടെ തിരുവനന്തപുരം കോസ്റ്റിൽ നിന്ന്, ഉദാഹരണം തിരുവനന്തപുരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ തിരുവനന്തപുരം കോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ വിഴിഞ്ഞത്തു നിന്ന് അല്ലെങ്കിൽ അഞ്ചുതെങ്ങുന്ന് പൂവാറുന്നോ അല്ലെങ്കിൽ അവർ പോകുന്ന സ്ഥലത്ത് നിന്ന് അവർ ഒരു 20 കിലോമീറ്റർ ഉള്ളിലാണ് പോകുന്നതെങ്കിൽ ആ ചുറ്റളവിനുള്ളിൽ കാറ്റ് എന്തായിരിക്കും, ഇതാണ് അവർക്ക് അറിയേണ്ടത്. ഈ വിവരമാണ്, ഈ കൃത്യമായ വിവരമാണ് അവർക്ക് വേണ്ടത്. എങ്കിലേ നമുക്ക് കാലാവസ്ഥയെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ആ കാലാവസ്ഥ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും പറ്റുള്ളൂ. അവർ ഫോർകാസ്റ്റ് അല്ലെങ്കിൽ ഇത്തരം മോഡൽസിന്റെ എത്ര മണിക്കൂർ മുമ്പ് വരെയൊക്കെ ഇവർക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും? സത്യത്തിൽ ഫോർകാസ്റ്റ് ചെയ്യാൻ ഇപ്പൊ പലരും നമ്മൾ കുസാറ്റ് വർക്ക് ചെയ്യുന്ന അവര് പല സമയത്ത് അവർക്ക് ഫോർകാസ്റ്റ് മോഡലിംഗ് ചെയ്യാൻ പറ്റുന്നു. 1-2 മണിക്കൂർ എടുത്ത് അവർക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ. ഇപ്പൊ ഇത്തരം ഏജൻസികളുടെ കയ്യിലെത്തുന്ന ഇൻഫർമേഷനും
ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നുണ്ടല്ലോ, അത് തമ്മിൽ ഏകദേശം എത്രയൊക്കെ ഗ്യാപ്പ് വരാറുണ്ട്? ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ എത്ര വലിയ ഗ്യാപ്പ് വരും. കാരണം ഇപ്പോ ഈ കേസ് തന്നെ 31-ാം തീയതി സംഭവിച്ചു. അവർ കടലിൽ പോയതിനു ശേഷമാണ്. അപ്പം കടലിൽ പോകാനുള്ള പ്രിപ്പറേഷൻ അവര് രാവിലെ എടുക്കും. അപ്പം ഉച്ചയ്ക്ക് പോകുന്നവരാണെങ്കിൽ അവർ രാവിലെ എടുക്കും. അപ്പൊ അവർക്ക് ഒരു 10 മണിക്കെങ്കിലും ആ ഇൻഫർമേഷൻ കിട്ടിയിരുന്നെങ്കിൽ. അല്ല, ഞാൻ ചോദിച്ചത് ഈ കടലില് ഇത്രയും കാറ്റ്, ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ള വിവരം ഈ മോഡൽസ് വെച്ചിട്ട് അതോറിറ്റിക്ക് എപ്പോഴായിരിക്കും കിട്ടുന്നുണ്ടാവാന്ന്? ഒരു 5-6 മണിക്കൂറിന്റെ ഗ്യാപ്പ് മുമ്പ് തന്നെ അവർക്ക് നേരത്തെ കിട്ടുമല്ലോ. അതിനുവേണ്ടി ഇതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ. അവരുടെ 24 hours അവരുടെ ജോലിയാണ് ഈ വെതർ ഫോർകാസ്റ്റ്. ഇമ്മീഡിയറ്റ് വിവരം കിട്ടി ഇമ്മീഡിയറ്റ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയല്ലല്ലോ. അങ്ങനെയല്ലല്ല, അവിടെ ആളുണ്ടല്ലോ. ഈ വെതർ ഫോർകാസ്റ്റിന് വേണ്ടി തന്നെ ആളുണ്ട്. അതുപോലെ ഈ വെതർ ഇൻഫർമേഷൻ അതാത് ആളുകൾ കൊടുക്കാനുള്ള ആളുകളുണ്ട്. ഇത് 24 hours ആണല്ലോ. നമുക്ക് ഓഫീസ് ടൈം പോലെ വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ചിലർ അങ്ങനെ ഓഫീസ് ടൈം പോലെ വർക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ ഓക്കിയുടെ സമയത്തിനൊക്കെ അത് മനസ്സിലാക്കിയിരുന്നു. ഓഫീസ് തുറന്നില്ല, അതുകൊണ്ട് കാലാവസ്ഥ തരം കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് മാറണം. നമ്മള് മനസ്സിലാക്കേണ്ടത് 24 hours ഇതിന്റെ അകത്ത് അലേർട്ട് ആയിട്ടിരിക്കുക, പ്രത്യേകിച്ച് മൺസൂൺ സമയത്ത്. കാരണം മൺസൂൺ സമയത്ത് പ്രക്ഷുബ്ധമായ ഒരു കാലാവസ്ഥ ത്രൂ ഔട്ട് 2 to 4 months ഉള്ളതാണ്. 2-4 മാസം വരെ ഉള്ളതാണ്. അതനുസരിച്ച് ആ ദിവസങ്ങളിൽ മുഴുവനും അവിടെ അലേർട്ട് ആയിട്ടിരിക്കുക. 24 hours ഒരു നമ്മൾ അലേർട്ട് ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ കാലാവസ്ഥ വിവരങ്ങൾ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് താമസിക്കാനുള്ള കാര്യമില്ല. കാരണം ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ മൺസൂൺ സമയത്ത് ഇങ്ങനെ ആളുകൾ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയിൽ പണിക്ക് പോകുന്ന ആളുകളുണ്ട്. അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി കാലാവസ്ഥ വിവരങ്ങൾ കൃത്യമായി കൊടുക്കേണ്ടതുണ്ട്. ഇനി കാലാവസ്ഥ വിവരങ്ങൾ കൃത്യത ഉള്ളതാണെങ്കിൽ, മത്സ്യത്തൊഴിലാളികൾ ട്രസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് ട്രസ്റ്റബിൾ സോഴ്സിൽ നിന്നാണ് ഇൻഫർമേഷൻ വരുന്നത് എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്പർ 1, അവർ കടലിൽ പണിക്ക് പോകരുതെന്ന് തീരുമാനിക്കും. രണ്ടാമത്, അവര് രാത്രി പോകരുതെന്ന് തീരുമാനിക്കും. നമുക്ക് ഇന്ന് കാലാവസ്ഥ അവർ പറഞ്ഞതല്ലേ, നമുക്ക് രാത്രി പണിക്ക് പോകണ്ട, പകല് പോവാൻ പണിക്ക്. അല്ലെങ്കിൽ അവർക്ക് വല വെച്ചുള്ള മീൻപിടുത്തം ചെയ്യേണ്ട, നമുക്ക് ചൂണ്ടപ്പണി ചെയ്യാം, അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പം. അല്ലെങ്കിൽ തട്ടുമടി പണി ചെയ്യാം. അങ്ങനെയുള്ള തീരുമാനങ്ങൾ അത് അവരുടെ ഡിസിഷന്. അവർക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, ലൈവ്ലിഹുഡ് ആണല്ലോ. അല്ലെങ്കിൽ ഡെയിലി ഫിഷ് ചെയ്യുന്ന ആളുകളാണ്. മാത്രമല്ല മൺസൂൺ എന്ന് പറയുന്നത് അവരുടെ ഹാർവസ്റ്റ് സീസണാണ്, ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ടാണ് പ്രക്ഷുബ്ധമായ കാലാവസ്ഥയിലായാലും ആളുകൾ പണിക്ക് പോകാൻ ശ്രമിക്കുന്നത്. അത് അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന സീസണാണ്. മറ്റ് യാനങ്ങൾ, അതായത് മെക്കനൈസ്ഡ് ഫിഷിംഗ് ഒക്കെ നിരോധിച്ചിരിക്കുന്ന സമയമാണ്. 2 കാര്യമുണ്ട്. ഒന്ന്, മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന സമയം. അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് ഇവർ പോയില്ലെങ്കിൽ മീൻ കിട്ടില്ലല്ലോ. അപ്പൊ പൊതുജനത്തിന്റെ ആരോഗ്യവും പ്രധാനമാണല്ലോ. ഇവർ പോയി ഫ്രഷ് ഫിഷ് കിട്ടിയാലല്ലേ ഇത്, അല്ലെങ്കിൽ ഫോർമാലിൻ വെച്ചുള്ള മീനല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് പലതവണ റിപ്പോർട്ട് വരുന്നുണ്ടല്ലേ. അപ്പൊ ഒന്ന്, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകണമെന്ന് പൊതുജനവും ആഗ്രഹിക്കണം. അതുപോലെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് സുരക്ഷിതരായിട്ട് ചെയ്യണമെന്നുള്ളത് ആഗ്രഹിക്കണം. ഇത് രണ്ടും വേണം. അപ്പോ ഈ കൃത്യമായ വിവരം കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് അവർക്ക് അവരുടെ തൊഴിലിനെ സമയം നിശ്ചയിക്കാൻ പറ്റും. ചിലപ്പോൾ 10 മണിക്കൂർ തൊഴിൽ ചെയ്യുന്നതിന് അവർ 1-2 മണിക്കൂർ ചെയ്തിട്ട് വരും. ഇങ്ങനെയുള്ള ഒരുപാട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് 40 കിലോമീറ്റർ വേഗതയിൽ കാശ് വീഴും, നിങ്ങൾ ആരും പണിക്ക് പോകരുത്. ഈ ഇൻഫർമേഷൻ അല്ല വേണ്ടത്. ഇത് ഇൻഫർമേഷൻ അവർക്ക് ആവശ്യം. ഇത് ആർക്കും കൊടുക്കാൻ പറ്റും. അതല്ല അവർക്ക് ആവശ്യം. മത്സ്യത്തൊഴിലാളിയുടെ തൊഴിൽ രീതി, ജീവിത രീതി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇൻഫർമേഷൻ ആണ് കൊടുക്കേണ്ടത്. അത് ഇവിടെ നടന്നിട്ടില്ല, കാലങ്ങളായി അത് നടക്കുന്നില്ല. ചില സമയങ്ങളിൽ നന്നായിട്ട് നടക്കും. അത് അവിടെ ഇരിക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെയൊക്കെ താല്പര്യങ്ങൾക്കനുസരിച്ച് നന്നായിട്ട് നടക്കും. ഇല്ലെങ്കിൽ ഇത് നടക്കുന്നില്ല എന്നുള്ള ഇതാണ്. അപ്പൊ നമ്മൾ തുടർച്ചയായിട്ട്, അതായത് ഓഖി മുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്ത് അവരുടെ തൊഴിൽ ജീവിതവും അവരുടെ ഈ മൺസൂൺ സമയത്തുള്ള അവരുടെ മീൻപിടുത്തം എന്തുകൊണ്ട് അവർ ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കി ഉള്ള ഒരു കാലാവസ്ഥ ഇത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനം. അത് കുറെ വർഷങ്ങളായിട്ട് ഉള്ളതാണ്. അത് തുടരുന്നു എന്നുള്ളതാണ്, ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളതാണ് ഒരു വിഷയം. ഏതൊക്കെ ഏജൻസികളാണ് ഈ പ്രഡിക്ഷനിൽ പങ്കെടുക്കുന്നത്? ഇതില് പ്രഡിക്ഷനിൽ പങ്കെടുക്കുന്നത് പല ഏജൻസിയുണ്ട്. IMD കൊടുക്കൊണ്ട്, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇൻഫർമേഷൻ കൊടുക്കൊണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ലോക്കലായിട്ടുള്ള ഓഫീസുണ്ട്. തിരുവനന്തപുരത്ത് സ്റ്റേറ്റിലോ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇൻകോയ്സ് ഉണ്ട്, കടലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇൻകോയ്സ് ഉണ്ട്.
അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്. അവർ ഈ ഇൻഫർമേഷൻ അവരാണ് വെതർ ഈ വാണിംഗ് അതുപോലുള്ള ഇൻഫർമേഷന് പാസ് ചെയ്യേണ്ടത്. IMD നിന്ന് കിട്ടുന്ന വിവരം ജനങ്ങളിൽ എത്തിക്കേണ്ടത് അവരുടെ ചുമതലയാണ്. അത് അവർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അത് അവർ ചെയ്യുന്നത് ഫിഷറി സെക്ടർ വഴിയാണ്, അല്ലെങ്കിൽ കോസ്റ്റൽ പോലീസ് വഴിയാണ്. ഇങ്ങനെയാണ് ഇവര് ഇത്രയും പേര് കൂടിയിരുന്ന് ഒരുമിച്ച് ഈ ഇൻഫർമേഷൻ ശരിക്കും മത്സ്യത്തൊഴിലാളികൾ കൊടുത്താലേ മത്സ്യത്തൊഴിലാളികൾക്ക് മനസ്സിലാകുന്ന രീതിയിലും അവർക്ക് അക്സസബിൾ ആകുന്ന രീതിയിലും അതുപോലെ തന്നെ അവർക്ക് പണിക്ക് പോകാൻ തീരുമാനം എടുക്കുന്ന രീതിയിൽ സഹായിക്കുന്ന രീതിയിൽ തീരുമാനം എടുക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള വെതർ ഇൻഫർമേഷൻ ആവുള്ളൂ. പലപ്പോഴും ഈ സംവിധാനങ്ങൾ ഒരു കോർഡിനേഷനിലെല്ലായിരിക്കും പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഇനി ഈ സംവിധാനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മിനിമം കടലിനെ കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടാകണം. കടലിനെ കുറിച്ച് മാത്രമല്ല, മത്സ്യത്തൊഴിലാളിയുടെ തൊഴിൽ രീതികളെ കുറിച്ചും അറിവുള്ളവരായിരിക്കണം. അപ്പൊ മത്സ്യത്തൊഴിലാളിയെ കമ്മ്യൂണിറ്റിയെ മനസ്സിലാക്കുന്നവരായിരിക്കണം, അവരോട് സ്നേഹവും അനുഭവവും ഉള്ളവരായിരിക്കണം. അവർ എന്തുകൊണ്ട് തൊഴിലിന് പോകുന്നു, അവർ തൊഴിൽ ചെയ്യുന്നത് കൊണ്ട് പൊതുസമൂഹത്തിന് കേരളത്തിന് എന്താണ് നേട്ടം, അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കേരളത്തിന്റെ ഹെൽത്തിന്, കേരളത്തിന്റെ ഫുഡ് സെക്യൂരിറ്റിക്ക് ഇവരൊരു പ്രധാന കാരണമാണ് എന്നും കൂടി മനസ്സിലാക്കിയിട്ട് ഉള്ള ആളുകളായിരിക്കണം ഈ മേഖലകളിൽ ഇരുന്നാൽ മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഇവരുന്ന് കിട്ടുള്ളൂ. ഓക്കെ, ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഫേസ്ബുക്കിൽ ഇടുകയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അതല്ലാതെ ഇവരിലെ ഓരോരുത്തരിലേക്കും ഓരോ മനുഷ്യരിലേക്കും ഈ വാർണിംഗ് സിസ്റ്റം എത്താൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നേരത്തെ ഈ മത്സ്യത്തൊഴിലാളി എന്ന നമ്പറൊക്കെ വാങ്ങിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ഇൻകോയ്സോ വേറെ ഒരു ഏജൻസിയോ ഏതൊരു ഫൗണ്ടേഷൻ അവര് ഈ വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു മത്സ്യത്തൊഴിലാളി. പക്ഷെ അവർ കൊടുക്കുന്ന പല വിവരങ്ങളും ട്രസ്റ്റബിൾ അല്ല. അവർ പറയുന്ന സമയത്ത് കാറ്റൊന്നും സംഭവിക്കാത്തത് കൊണ്ട് ആളുകൾ ശ്രദ്ധിക്കാറില്ല. ഫോൺ വഴി ഇൻഡിവിജ്വൽ ഇവരുടെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് വെതർ ഇൻഫർമേഷൻ കൊടുത്തിരുന്നു, വിളിച്ചു പറയുന്നത്. പക്ഷെ ആ വിളിച്ചു പറയുന്ന ഇൻഫർമേഷൻ എഫക്റ്റീവ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ആക്യുറേറ്റ് അല്ല, അവർക്ക് യൂസ്ഫുൾ അല്ല. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ തൊഴിൽ ജീവിതവും അവരുടെ മനുഷ്യനിൽ അവർ ചെയ്യുന്ന തൊഴിലിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിയിട്ടല്ല ഈ വിവരങ്ങൾ പലപ്പോഴും കൊടുക്കുന്നത് എന്നുള്ള. പിന്നെ അതിനുശേഷം ലോക്കലൈസ്ഡ് ആയിട്ട് വെതർ ഇൻഫർമേഷൻ നമ്മുടെ കുസാറ്റിന്റെ നേതൃത്വത്തിൽ കൊടുത്തിരുന്നു. അത് വളരെ എഫക്റ്റീവ് ആയിരുന്നു, അത് എല്ലാവരിലും എത്തിയിരുന്നു. അത് നമ്മൾ ലോക്കലൈസ്ഡ് ആയിട്ട് തന്നെ വിഴിഞ്ഞത്തുനിന്ന് പണിക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ 10 കിലോമീറ്റർ പോയാൽ അല്ലെങ്കിൽ 25 കിലോമീറ്റർ പോയാൽ കാറ്റിന്റെ വേഗത ഇന്നതായിരിക്കും, അതിന്റെ വിൻഡിന്റെ ഡയറക്ഷൻ, വിൻഡിന്റെ തെക്ക് പടിഞ്ഞാറോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറോ അല്ലെങ്കിൽ നേര് വിൻഡായിരിക്കും, വെസ്റ്റേർലി വിൻഡായിരിക്കും എന്നുള്ള വിവരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അന്ന് കൊടുത്തിരുന്നു. അപ്പൊ നമുക്ക് ഡേറ്റ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ആ സമയത്ത് മരണങ്ങൾ കുറവായിരുന്നു. അപ്പൊ അതുപോലത്തെ ഒരു സംവിധാനം അത് തുടരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് കുസാറ്റിന്റെ കയ്യിൽ ഈ കുസാറ്റ് യൂണിവേഴ്സിറ്റി ഡോക്ടർ അഭിലാഷിന്റെ നേതൃത്വത്തിലാണ് ഈ ലോക്കലൈസ്ഡ് വെതർ ഫോർകാസ്റ്റിംഗ് ചെയ്തത്. യൂണിവേഴ്സിറ്റി സക്സസിന്റെ സഹായത്തോടു കൂടിയാണ് ആ റിസർച്ച് ചെയ്തത്. അതുവഴി നമ്മളൊരു ലോക്കലൈസ്ഡ് വെതർ ഫോർകാസ്റ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരുന്നു. ആ സിസ്റ്റം കഴിഞ്ഞ സർക്കാരിനോട് നമ്മൾ പറഞ്ഞിരുന്നത് ഇത് കേരള സർക്കാർ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇത് ഏറ്റെടുത്ത് ചെയ്യണമെന്നായിരുന്നു. നമ്മൾ പലതവണ പല ഫിഷറീസ് ഡയറക്ടറിനെ നമ്മൾ കണ്ടു, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള മുഴുവൻ സംവിധാനത്തെ കണ്ട്, ഫിഷറീസ് മിനിസ്റ്ററിനെ നമ്മൾ കഴിഞ്ഞ ഫിഷറീസ് മിനിസ്റ്ററിനെ കണ്ടിരുന്നു. പലതവണ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിട്ട് സംസാരിച്ചു, അവർക്ക് ഇതിൽ താല്പര്യമില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് ലോക്കലൈസ്ഡ് വെതർ ഇൻഫർമേഷൻ മത്സ്യത്തൊഴിലാളികൾ കൊടുക്കുന്നതിനോട് താല്പര്യമില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലായി. പക്ഷേ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വം, കാരണം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ ഇത് ചെയ്യേണ്ടത്, കാരണം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ ഡയറക്റ്റ് മത്സ്യത്തൊഴിലാളികളെ അല്ലെങ്കിൽ മീൻപിടുത്ത സമൂഹമായിട്ട് ഡയറക്റ്റ് എൻഗേജ് ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് പലതവണ കയറി ഇറങ്ങിയതാണ്. എന്ത് ഇൻഫർമേഷൻ കൊടുക്കണം, അവർ ഡിസിഷൻ എടുക്കുന്നതിന് സഹായിക്കുന്ന രീതിയിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്. പക്ഷെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടറൊക്കെ ആദ്യം താല്പര്യം കാണിച്ചെങ്കിലും പിന്നീട് അതിലുള്ള ഉദ്യോഗസ്ഥർക്കൊന്നും അതിൽ നേതൃത്വം കൊടുക്കാനോ എന്തിന് ഇത്ര രൂപ ഇവർക്ക് വേണ്ടി ചെലവാക്കണം എന്നുള്ള ഇതൊക്കെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറയുന്നു, നിങ്ങൾ ഒരു കഴിഞ്ഞ അതിനു മുമ്പുള്ള വർഷങ്ങളിലെ കണക്ക്, ഇപ്പോ എത്ര മത്സ്യത്തൊഴിലാളികൾ മരിച്ച കണക്കൊക്കെ വരുന്നുണ്ടല്ലോ, അതിനു മുമ്പ് മനുഷ്യരുടെ കണക്കെടുത്ത് ഇത്രയും ആളുകൾക്ക് 400 മനുഷ്യര് നമ്മൾ കാണാതാകുകയോ അല്ലെ മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 400 ആളുകൾക്ക് 10 ലക്ഷം രൂപ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എത്ര കോടി രൂപയാവും? അത്രയും കോടി രൂപ ആകില്ല ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലും അവർ കാരണം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് നഷ്ടമാണ്. അപ്പം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആഗ്രഹിക്കണം, ഒരു മത്സ്യത്തൊഴിലാളി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ
ആ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിന് മാത്രമല്ല നഷ്ടം, സ്റ്റേറ്റിന് സ്റ്റേറ്റിന് കൂടി നഷ്ടമാണ്. കാരണം സ്റ്റേറ്റിന് ഇവർക്ക് പൈസ കൊടുക്കണം, മരിച്ചുപോയ ആളുകൾക്ക് പൈസ കൊടുക്കണം സ്റ്റേറ്റ്. അപ്പൊ സ്റ്റേറ്റിനുണ്ടാകുന്ന നഷ്ടം, ആ നഷ്ടമെങ്കിലും മനസ്സിലാക്കി ഇവർക്ക് ആവശ്യമുള്ള വിവരങ്ങൾ കൊടുക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. നമ്മൾ പലതവണ ഇതുമായിട്ട് ഡിസ്കഷൻ നടത്തിയതാണ്, പക്ഷെ അവർ തയ്യാറാകാത്തതിന്റെ അത് വളരെ എഫിഷ്യന്റ് ആയ സിസ്റ്റമാണ് അല്ലേ? അതെ, അത് നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ്. അത് 70% ആക്യുറസി ആയിട്ടുള്ള സിസ്റ്റമാണ്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ മരയനാട് അവിടെ ഒരു ഡിസ്പ്ലേ ബോർഡ് ഉണ്ട്, വെതർ കൊടുക്കുന്ന ഡിസ്പ്ലേ ബോർഡ് ഉണ്ട്. അവിടെ പരമ്പരാഗത കടൽപ്പള്ളി കൂട്ടായ്മ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. ആ സംഘടനയുടെ നേതൃത്വത്തിലാണ് അത് മാനേജ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആ വിവരം കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അത് സർക്കാർ ഏറ്റെടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഏറ്റെടുത്ത് നമുക്കത് ചെയ്യാനും പറ്റില്ല. അത്രയും ചെലവും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ വെതർ ഇൻഫർമേഷൻ ഇപ്പൊ കൊടുക്കുന്നില്ല? അപ്പൊ നമ്മൾ പറയുന്നത്, നമ്മൾ സർക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഇത് ഇൻഫർമേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഇത് പറഞ്ഞാണ് അത് നടക്കാതെ പോയത്. പക്ഷെ അതിപ്പോഴും പോസിബിൾ ആണ്. നമുക്ക് എനിക്ക് തോന്നുന്നു പുതിയ ഗവൺമെന്റിന് ആ സിസ്റ്റം ഏറ്റെടുക്കാവുന്നതാണ്. കുസാറ്റുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ച് ആ ലോക്കലൈസ്ഡ് വെതർ ഇൻഫർമേഷൻ സർവീസ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ അത് തുടങ്ങാവുന്നതാണ്. നേരത്തെ പറഞ്ഞ മത്സ്യത്തൊഴിലാളികൾ എന്തുകൊണ്ട് ഈ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയെ മീൻ പിടിക്കുന്നു, ആ മീനിന്റെ വരവ് കൊണ്ട് പൊതുസമൂഹത്തിനുണ്ടാകുന്ന നേട്ടം എന്താണ്, ഒരു മത്സ്യത്തൊഴിലാളികൾ നഷ്ടമായാൽ, കാണാതാകുകയോ അല്ലെങ്കിൽ ഇത് മരിച്ചോ പോയാൽ സ്റ്റേറ്റിനുണ്ടാകുന്ന നഷ്ടം കൂടി കണക്കാക്കിയിട്ട് ഈ സർവീസ് എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ ആരംഭിക്കുകയാണ് ചെയ്യേണ്ടത്. ലോക്കലൈസ്ഡ് വെതർ ഇൻഫർമേഷൻ സർവീസ് ഫോർ ഫിഷേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാദേശിക കാലാവസ്ഥ വിവരം മത്സ്യത്തൊഴിലാളികൾ കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് അവർക്ക് അവരുടെ തീരുമാനങ്ങൾ എടുക്കാനും കടലിൽ പോകാതിരിക്കാനും, അതുപോലെ തന്നെ കടലിൽ പോയാൽ തന്നെ എത്ര ദൂരം പോകണമെന്ന് തീരുമാനിക്കാനും, ഏത് തരം യാനം ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനും, എത്ര മണിക്കൂർ കടലിൽ പോകണമെന്ന് തീരുമാനിക്കാനും, എത്ര മണിക്കൂർ സ്റ്റേ ചെയ്ത് ഫിഷ് ചെയ്യാനും, അതേസമയം തന്നെ അത് രാത്രി പോകണോ പകല് പോകണോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി അവരെ സഹായിക്കും. ഇപ്പോഴത്തെ ഇഷ്യൂവിൽ മരിച്ച ഒരാള് മുതലപ്പുഴയിലെ അവിടെ ഉണ്ടായിട്ടുള്ള അപകടത്തിൽ 2 പേരും മരിച്ചു. ഒരാളെപ്പോഴും നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ കാണാതായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. നമ്മൾ നേരത്തെ മുതലപ്പുഴയുടെ കൺസ്ട്രക്ഷനിൽ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അതിലേറെ ആൾക്കാർക്ക് അപകടം സംഭവിച്ച അവസ്ഥയാണ്. നമ്മൾ ഡോക്യുമെന്ററി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വിഷയത്തെ പറ്റിയിട്ട്. ഈ മരണം നടന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. അതിലെ സ്ട്രക്ചറിൽ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും മരണം സംഭവിച്ചു എന്നുള്ളത്, അതായത് ഇത്രയും പുരോഗമനപരമായ ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഇഷ്യൂ എന്താണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ മരണം സംഭവിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാ. ഇപ്പൊ എന്താ ശരിക്കും സംഭവിച്ചിട്ടുള്ളത്? അതായത് ഇപ്പോ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിന്റെ ഡിസൈനിൽ മാത്രമാണ് ചെറിയൊരു മാറ്റം വരുത്തിയത്. അതായത് ചെറിയൊരു മാറ്റം വരുത്തിയില്ല, അത് പൂർണ്ണമായിട്ടില്ല. ഇവര് പറഞ്ഞ രീതിയിലുള്ള ഡിസൈനിലോട്ട് അത് വന്നിട്ടില്ല. പക്ഷെ ആ പറഞ്ഞ രീതിയിലുള്ള ഡിസൈൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ അപകടം ഉണ്ടാകുന്നത് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ മനസ്സിലാക്കുന്നത്. കാരണം അത് മൺസൂണിൽ എന്തായാലും പണിക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. ഈ മൺസൂണിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലടി കൊള്ളാതെ പണിക്ക് പോകുന്നതിനാണ് ഹാർബറിന്റെ ആവശ്യമുള്ളത്. അത് വിഴിഞ്ഞത്തായാലും, നമുക്ക് തിരുവനന്തപുരത്ത് ഇപ്പോൾ 2 എണ്ണമാണുള്ളത്, വിഴിഞ്ഞത്തായാലും മുതലപ്പുഴയിലായാലും അതുപോലെ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലായാലും കടലിൽ പണിക്ക് പോകാൻ, സുഗമമായി പണിക്ക് പോകാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഹാർബർ നമ്മൾ ഉണ്ടാക്കുന്നത്. ബേസിക് ഇത് അതാണ്. അതായത് ഏത് കാലാവസ്ഥയിലും, ഏത് പ്രക്ഷുബ്ധമായ കാലാവസ്ഥയിലും സേഫ് ആയിട്ട് പോകണം. അതാണല്ലോ ഹാർബറിന്റെ ഉദ്ദേശം തന്നെ അതാണ്. പക്ഷെ ഇവിടെ ഹാർബറിന്റെ ഉദ്ദേശം മീറ്റ് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല എന്നുള്ളതാണ് മുതലപ്പുഴ ഹാർബറിലാണ്. പക്ഷെ ഇപ്പൊ തന്നെ നമുക്ക് ഒരു ഇതുവരെ ഇത് കിട്ടാത്ത ആളുടെയും അതുപോലെ മരിച്ചുപോയ ആളുടെയും ഇതെടുത്താൽ തന്നെ അവര് കടലിന്റെ ഉള്ളിൽ പ്രക്ഷുബ്ധമായ കാലാവസ്ഥ നേരിട്ടപ്പോൾ കരയിൽ തിരിച്ചു വന്നതാണ് രക്ഷപ്പെടാൻ വേണ്ടി വന്ന 2 മത്സ്യത്തൊഴിലാളികളാണ് അവിടെ അപകടത്തിൽപ്പെട്ടത്. ഒരാള് കാണാതായി, ഒരാൾ മരിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ചവര് ഒരു ഹാർബറിനുള്ളിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരുടെ ഉത്തരവാദിത്വമാണ്? അത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? അല്ലെങ്കിൽ ആരാണോ ഇങ്ങനെ ഡിസൈൻ ചെയ്തത് അതിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കണ്ടേ? കാരണം ഹാർബർ നിർമ്മിക്കുന്നത് കടലിൽ എന്തെങ്കിലും കാലാവസ്ഥ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മൾ പറയുന്നത് എന്താണ്? നിങ്ങൾ തൊട്ടടുത്തുള്ള ഹാർബറിൽ പോകാനാണ് പറയുന്നത്. അതൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ്.
കടൽ എന്തെങ്കിലും അവിടെ നിങ്ങൾ തൊട്ടടുത്ത ഹാർബറിൽ പോകുക എന്നുള്ളത്. പക്ഷെ ഇവിടെ തൊട്ടടുത്ത ഹാർബറിൽ പോയത് കൊണ്ടാണ് അവിടെ മരിക്കുകയാണ്. ഓ. അപ്പൊ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അത് കൺസ്ട്രക്ഷനിൽ തന്നെയുള്ള വിഷയമാണ്. മാത്രമല്ല മൺസൂണില് മത്സ്യത്തൊഴിലാളികൾക്ക് ഹാർബർ ഉപയോഗിക്കാൻ പറ്റിയാലേ അത് ഹാർബർ ആയിട്ട് അവർക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികളെല്ലാം ബീച്ച് ലാൻഡിംഗ് ക്രാഫ്റ്റ് ഉപയോഗിക്കുന്നതാണ്. അവർക്ക് മൺസൂണിൽ ബീച്ച് ഇല്ലാത്ത സമയത്താണ് അവർക്ക് പൂർണ്ണമായിട്ടും ഈ ഹാർബറിനെ ആശ്രയിച്ചേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഈ നിർമ്മാണം കാരണം മുതലിപ്പം മരീനാടൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഈ ഹാർബറിന്റെ സൗത്താണ് മരീനാട് ഇരിക്കുന്നത്, തെക്ക് ഭാഗത്താണ് മരീനാട് ഇരിക്കുന്നത്. ആ മരീനാട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മൺസൂൺ സമയം ഇപ്പോ ഈ മുതലപ്പുഴയുടെ നിർമ്മാണത്തിന് ശേഷം അവിടെ ഈ തിട്ടകൾ ഉണ്ടാകുന്നത്, അതായത് കടലിനുള്ളിൽ അതിനെ തറച്ചേലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അപ്പോ ഇത് മണല് കൂനകളായിട്ട് ഉണ്ടാകുന്നുണ്ട്. അവർ താവ് കിട്ടുന്നില്ല. അത് എഞ്ചിന് കുറെ നേരം ഈ കടലിന്റെ വേവിന്റെ സ്വഭാവം അനുസരിച്ച് കുറച്ചു നേരം സ്റ്റോപ്പ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് കടലൊന്ന് ശാന്തമാകുമ്പോൾ ഓടിപ്പോകാൻ കണക്കാകുന്ന രീതിയിൽ പോകാൻ അവർക്ക് ഇപ്പൊ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണല്, അതായത് ഈ തെക്കോട്ട് മണല് ഈ സ്ഥലങ്ങൾ അടിയുന്നത് കൊണ്ടാണ്. പുതുക്കുറിച്ചിന് മരയനാട് ഈ വിഷയം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളികൾ സ്വന്തം തീരത്ത് നിന്ന് പോകേണ്ടി വരുന്ന മത്സ്യത്തൊഴിലാളികൾ പോലും ഈ ഹാർബറിനെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഞ്ചുതെങ്ങ് പ്രദേശത്ത് ഈ മുതലപ്പുഴ ഹാർബർ വന്നതിന് ശേഷം അവർക്ക് തീരെ നഷ്ടപ്പെട്ടതുകൊണ്ട് അവര് വർഷം മുഴുവനും ഈ ഹാർബർ ഉപയോഗിക്കേണ്ട അവസ്ഥയിലോട്ട് മാറി. അതായത് രണ്ടിടത്തും പ്രശ്നമാണ്. തെക്കൻ പ്രശ്നമാണ്. തെക്ക് അല്പം ബീച്ച് കിട്ടിയെന്നേ ഉള്ളൂ, അവിടുത്തെ ബീച്ച് ഇങ്ങോട്ട് കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷെ കടലിൽ മൺസൂൺ സമയത്ത് അതുപോലെ അതിനുശേഷവും വള്ളം, അതായത് വെള്ളത്തിൽ കിടക്കണമല്ലോ കുറച്ച്, ഈ വെള്ളത്തിന്റെ എഞ്ചിന് താഴുന്ന രീതിയിൽ അവിടെ മണല് തട്ടുകയാണ്, മണല് പൊങ്ങിക്കിടന്ന് മണല് തട്ടുകയാണ്. അപ്പൊ ഇവർക്ക് കുറെ നേരം ഈ വള്ളം പിടിച്ച് നിന്നിട്ട് കടലിന്റെ സ്വഭാവം അനുസരിച്ച് ഓടിപ്പോകാൻ പറ്റുന്ന രീതിയിൽ ഇവർ കുറച്ചു നേരം കിടക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും അതുകൊണ്ട് അവിടെ അപകടം പറ്റി ആളുകൾ മരിച്ചിട്ടുണ്ട് മരീനാട് മേഖലയിൽ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് മൺസൂൺ സമയത്ത് ഈ ഹാർബറിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോ പിന്നെ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ നിർമ്മാണത്തിന് ശേഷം ഇവിടെ വേളി വരെ അങ്ങ് പൂന്തുറയും വലിയതുറയും ഭീമാവളിയിലൊക്കെ അവിടുത്തെ ആളുകൾക്ക് തീരെ നഷ്ടപ്പെട്ടതുകൊണ്ടും അവർ ഒന്നുകിൽ വിഴിഞ്ഞ ഹാർബറിനെ ആശ്രയിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ മുതലപ്പുഴ ഹാർബറിനെ ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഹാർബർ അപകടം കൂടാതെ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷെ ഈ ഹാർബർ അതിന്റെ പർപ്പസ് മീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതിന് പല കാരണങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡിസൈനിലെ പ്രശ്നങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ കടലിന്റെ ഒഴുക്ക് പറഞ്ഞു, മണല് അടിയുന്ന കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ മണല് അടിയുന്നതോടൊപ്പം തന്നെ കല്ല് ഇതിന്റെ അകത്ത് വീഴുന്നു. കല്ലും മണലും ചരിയുന്നിടത്ത് തിരയടി വളരെ ശക്തമായിട്ടുള്ള കാര്യം പറഞ്ഞു. അതിന് വലിയ രീതിയിൽ മാറ്റം വന്നിട്ടില്ല. പക്ഷെ അതിന്റെ കടലിന് ഓപ്പൺ ആയിട്ട് തുറന്നിട്ടിരിക്കുന്നതിന് പകരം, അതായത് വെസ്റ്റേർലി വിൻഡ്, മൺസൂൺ സമയത്ത് ഉണ്ടാകുന്ന വെസ്റ്റേർലി കൊണ്ട്, അതായത് കൊണ്ടൽക്കാറ്റ് കടലിൽ നിന്ന് കരയിലോട്ട് വരുന്ന കാറ്റിനനുസരിച്ചായിരുന്നു നേരത്തെ ഡിസൈൻ. അതിപ്പോ മാറ്റിയിട്ട് അത് ഈ വെസ്റ്റേർലി വിൻഡ് ഉണ്ടാകുന്നത് ചില സമയങ്ങളിലാണ്, ഒരു 2-3 മാസം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിലാണ് അത് ഇടയ്ക്ക് ഉണ്ടാകുന്നത്. അത് തീർച്ചയായും ആ ഹാർബറിനെ സംബന്ധിച്ചോളം അപകടം പിടിച്ചു തന്നെയാണ്. ഇപ്പൊ അത് മാറ്റിയിട്ട് ഇവര് ഇപ്പോ ഇതിന്റെ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്, ഇതിന്റെ മൗത്ത് ഇവര് ഇത് ചെയ്തിരിക്കുന്നത് ഹാർബറിന്റെ വലത്തോട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് നോക്കിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് മൺസൂണിലെ കാറ്റ് ഏറ്റവും കൂടുതൽ കാറ്റ് വരുന്നത് നോർത്ത് വെസ്റ്റ് വിൻഡാണ്. അപ്പൊ ആ വിൻഡിന് ഓപ്പൺ ആക്കിയിട്ടാണ്. വിൻഡ് മാത്രമല്ല, ഒഴുക്കും മിക്കവാറും സമയങ്ങൾ എങ്ങനെ ഒഴുക്ക്, കാറ്റ് എല്ലാം സെയിം ഡയറക്ഷനിൽ വരുന്ന സമയത്താണ് ഇത് അങ്ങോട്ട് തുറന്നാണ് കൊടുത്തിരിക്കുന്നത്. തിരിച്ചായിരുന്ന ഒരു പക്ഷെ മൺസൂണിനെ ഇത് ഒരു പരിധി വരെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, മൺസൂണിന്റെ കാറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം മണലടിയുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അത് വള്ളം അങ്ങോട്ട് പോകുന്നതിനും തിരിച്ചു വരുന്നതിനും ഒരു പക്ഷെ അപകടം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഇതിനുള്ളിൽ മണൽ വരുന്നത് എന്തുകൊണ്ടാണ്? അത് നദിയിൽ നിന്ന് വരുന്ന മണലാണ്. നദിയിൽ നിന്ന് വരുന്ന മണലുണ്ട്, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മണലുണ്ട്. അപ്പൊ ഇത് കൃത്യമായി മനസ്സിലാക്കണം. അത് കൃത്യമായി മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പഠനങ്ങൾ നടക്കുന്നത്, ഇപ്പൊ അതിനെക്കുറിച്ച് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറയും ഇതെങ്ങനെയാണ് അവർ നടത്തിയെന്നുള്ള കാര്യം. പലപ്പോഴും പഠനങ്ങൾ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസമോ
2 മാസമോ ഒക്കെയാണ് പഠനം നടത്തുന്നത്. അത് പോരാ, വർഷം മുഴുവനും പഠനം നടത്തണമെന്നുള്ളതാണ്. വർഷം മുഴുവനും പഠനം. അത് നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയിരിക്കുന്ന സ്കെയിൽ വെച്ചിട്ടല്ല പഠിക്കേണ്ടത്. മാറി, കാലാവസ്ഥ മാറി, കാര്യങ്ങൾ മാറി, നിർമ്മാണം തന്നെ അവിടുത്തെ കാര്യങ്ങൾ മാറ്റി. അതിന്റെ ബേസിൽ ആണ് നമ്മൾ പഠനങ്ങൾ നടത്തേണ്ടത്. മണല് എന്തുമാത്രം നദിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു, അതുപോലെ കടലിന്റെ തള്ള് എങ്ങനെയാണ്. ഇതെപ്പോഴും അപകടം സംഭവിക്കുന്നത് 2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോഴാണ്. അതായത് കടലിൽ നിന്ന് ഇങ്ങോട്ടുള്ള തള്ളലും നദിയിൽ നിന്ന് ഇപ്പം നദിയിൽ നമ്മുടെ മഴ ശക്തമാണെങ്കിൽ ഒഴുക്ക് ശക്തമായിരിക്കുമല്ലോ. കൂടുതൽ മഴ പെയ്യുമ്പോൾ ഈ മഴയ്ക്ക് എവിടെയെങ്കിലും ഒഴുകി പോകണം. ഇപ്പൊ ഇത് മുതലപ്പൊഴി അഴിയാക്കി ഇട്ടിരിക്കുന്നുണ്ട്, കടലും കായലും ഒരുമിച്ച് ചേർത്തിട്ടിരിക്കുന്നുണ്ട്. ഇങ്ങോട്ടുള്ള തള്ളലും അങ്ങോട്ടുള്ള തള്ളലും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അവിടെ ഭയങ്കര കുഴി പോലെ ഉണ്ടാവുന്നു. അപ്പം ഒരു വള്ളം നമ്മൾ ഇങ്ങനെ പുറപ്പെട്ട് ഇങ്ങനെ അടുത്ത ഇത് വരുമ്പോഴത്തേക്ക് അടുത്ത കടൽ വരികയാണെങ്കിൽ അപകടത്തിൽപ്പെടുന്ന ഒരു അവസ്ഥയാണ് അത് അവിടെ സംഭവിക്കുന്നത്. പിന്നെ ഈ എഞ്ചിന് കല്ലിൽ തട്ടിയും കൂടി കിടക്കുന്ന മണൽ തട്ടിയൊക്കെയാണ് അവിടെ അപകടം നടക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഇതിന്റെ ഡിസൈൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ ഈ മൺസൂൺ കാറ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന നമ്മുടെ കോസ്റ്റൽ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ കച്ചാങ്കാറ്റ് അല്ലെങ്കിൽ കച്ചാങ്കൊണ്ടല്, ആ കാറ്റിനെ പ്രതിരോധിക്കാവുന്ന രീതിയിലല്ല ഇതിപ്പോ ചെയ്തിരിക്കുന്നത്. നമുക്കറിയില്ല എന്ത് തരം വലിയ ഏജൻസികൾ പഠനം നടത്തിയെന്നാണ് ഇത് പറയുന്നത്. അപ്പം ഇതിന്റെ അകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ആരാണോ ഇത്തരത്തിൽ ഡിസൈൻ ചെയ്ത് പഠനം നടത്തി ഇങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് പറയുന്നത്, അവര് അല്ലെങ്കിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അങ്ങനെ അവര് ഈ മരണങ്ങൾക്ക് ഉത്തരവാദിത്തം എടുത്തേ പറ്റുള്ളൂ. ആരെങ്കിലും അക്കൗണ്ടബിൾ ആക്കിയാലേ ഇതിനൊരു പരിഹാരം കാണുള്ളൂ. എങ്കിലേ ഇവിടെ കൃത്യമായ പഠനം നടക്കും. ഞാൻ പറയുന്നത് ഇതുവരെ മരിച്ച ഏകദേശം 80 കൂടുതൽ ആളുകളാണ് അതിന്റെ അകത്തും പുറത്തുമായി അതിന്റെ പരിസരത്തുമായിട്ട് ഈ മുതലപ്പൊഴി ഹാർബറിന് വന്നതിന് ശേഷം മരിച്ചിരിക്കുന്നത്. ആ കൊല്ലപ്പെട്ട ആളുകളുടെ ഉത്തരവാദിത്വം ഫിഷറീസ് വകുപ്പോ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പോ അല്ലെങ്കിൽ ആരാണോ ഡിസൈൻ ചെയ്തത് അവരത് ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റുള്ളൂ. അവര് ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം എങ്കിലേ അത് കൃത്യമായി പഠനം നടക്കുകയുള്ളൂ, എങ്കിലേ അവിടെ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഡിസൈൻ വരുള്ളൂ, എക്സ്പെരിമെന്റ് വരുള്ളൂ. ആവശ്യം വേണ്ട തുക, ഇതിനു വേണ്ടിയുള്ള ആവശ്യം വേണ്ട തുക ചെലവാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹാർബർ പോസിബിൾ അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടതാണെങ്കിൽ ആ രീതിയിലോട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇതിനെ റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുമോ? പോസിബിൾ ആണോ? അത് ഇവര് പലതരത്തിലാണ് ഇപ്പൊ റീസ്ട്രക്ചർ. ഇപ്പം തേങ്ങാപട്ടണം ഹാർബറിന്റെ ഒക്കെ എക്സാമ്പിൾ വെച്ചിട്ട് റീസ്ട്രക്ചർ ചെയ്യാൻ കഴിയുമെന്നാണ് അവിടെ ഉള്ള എഞ്ചിനീയേഴ്സും അവിടെയുള്ള ആളുകളും പറയുന്നത്. അതായത് അവിടെയും കുറച്ചുകൂടെ ശക്തമായ, ഇവിടത്തെക്കാളും കുറച്ചുകൂടെ ശക്തമായ കാറ്റ് ഒഴുക്കുമുള്ള ഒരു സ്ഥലമാണ് തേങ്ങാപട്ടണം ഹാർബർ. ഏകദേശം പൊഴി അഴിയാക്കി തന്നെയാണ് അവർ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലത്തെ മോഡൽ അങ്ങനെ റീസ്ട്രക്ചർ ചെയ്യാവുന്ന സാധ്യതയെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റൂല. പക്ഷെ കാരണം അങ്ങനെ പരിഹരിക്കണമെങ്കിൽ കൃത്യമായ പഠനം, നദിയിൽ നിന്നുള്ള ഒഴുക്ക്, കാറ്റിന്റെ ഗതി, കാറ്റിന്റെ ശക്തി, അതുപോലെ തന്നെ കാറ്റിന്റെ എങ്ങനെയാണ് കാറ്റും കടലും തമ്മിലുള്ള ഓപ്പോസിറ്റ് ഇതിന്റെ ഇതെങ്ങനെയാണ്, ഒഴുക്കിന്റെ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ. പലപ്പോഴും ഇത് കൃത്യമായി മനസ്സിലാക്കാതെയാണ് ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്. നേരത്തെയും മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള വേണ്ടത്ര ഡാറ്റ എടുത്തിട്ടില്ല. ഇപ്പൊ ഡിസൈൻ ചേഞ്ച് വരുത്തിയപ്പോ അവിടുത്തെ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഡാറ്റ പല മത്സ്യത്തൊഴിലാളികളും ഡേറ്റ കൊടുത്തു, അവരുടെ ഡേറ്റ ഇതിൽ റിഫ്ലക്ട് ആയിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. ആ ഡിസൈൻ തന്നെ അഞ്ചുതെങ്ങിലെയും മരീനാളിലെയും പുതുക്കുറിച്ചിയിലെയും ഒക്കെ മത്സ്യത്തൊഴിലാളികൾ ഈ വിഷയത്തിൽ ശക്തമായിട്ട് തന്നെ അവരുടെ അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ അവരുടെ ഇൻഡിജിനസ് നോളജോ അവരുടെ ഇൻഡിജിനസ് സയൻസോ അല്ലെങ്കിൽ അവരുടെ പ്രാക്ടീസ് ബേസ്ഡ് അവരെ ഈ പ്രാക്ടീസിലൂടെ അനുഭവത്തിലൂടെ പഠിച്ച ജ്ഞാനത്തെയോ ഇതിൽ ഉൾക്കൊണ്ടിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. പരിഗണിച്ചെങ്കിൽ ഇങ്ങനത്തെ ഡിസൈൻ അല്ല വരുന്നത്. അപ്പൊ ഇതാണ്. അപ്പം ഒന്ന്, നമുക്ക് ഉള്ള സയന്റിഫിക് ടൂൾസ് വെച്ച് തന്നെ നമ്മൾ ശരിക്കും പഠിക്കുന്നില്ല എന്നുള്ളത്. ടൈം, അതായത് എത്ര ഇപ്പൊ രക്ഷാപ്രവർത്തനം നടത്തുന്ന പോലെയാണ്. 1 മണിക്കൂർ രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് 10 മണിക്കൂർ രക്ഷാപ്രവർത്തനം നടത്തി എന്ന് പറയുന്നത് പോലെയാണ് 1-2 ദിവസം പഠനം നടത്തിയിട്ട് വർഷം മുഴുവൻ പഠനം നടത്തിയെന്ന് കൃത്രിമമായിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് ആരെങ്കിലും അക്കൗണ്ടബിൾ ആക്കിയാലേ ഈ മരണത്തിന് ഉത്തരവാദി, ഈ ഹാർബറിൽ നടക്കുന്ന അപകടത്തിന് ഉത്തരവാദി ആരെങ്കിലും ഏറ്റെടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ
ഏറ്റെടുക്കുന്ന തരത്തിൽ നിയമനിർമ്മാണങ്ങൾ വന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കണം. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ അറിവും അനുഭവവും ഞാനും അവിടെ പണിക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്. പ്രത്യേകിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത്. മെക്കനൈസ്ഡ് ഫിഷിംഗ് ചെയ്യുന്നവർക്ക് അത്രയും അറിയണമെന്നില്ല ഈ ഇതിന്റെ ഒഴുക്കിന്റെ ഗതിയും കാര്യങ്ങളും. കാരണം അവര് അത്തരത്തിൽ പരിശീലിച്ചിട്ടില്ല. അപ്പൊ അത്തരത്തിൽ പരിശീലിച്ചിട്ടുള്ള ആ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് ഇതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ പറ്റുന്നത്. അവരുടെ അഭിപ്രായം, പ്രത്യേകിച്ച് പരമ്പരാഗത ചെറുകിട മത്സ്യത്തൊഴിലാളികൾ കടൽ അനുഭവമുള്ള, നിരന്തരമായി മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും മാറിയ സാഹചര്യത്തിലെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ അവരുടെ ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ട് കൈമാറിയ പല തലമുറകളായിട്ട് തൊഴിൽ ചെയ്ത് അതിലൂടെ കൈമാറി കിട്ടിയ അറിവും കൂടെ എല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന് ഈ 3 അറിവും ഇതിൽ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ പ്രശ്നം, നമുക്കുള്ള അറിവ് തന്നെ നമുക്ക് ശരിക്കും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് അതിന്റെ അവിടുത്തെ ഡിസൈനിന്റെ പ്രശ്നം. അതാണ് അത് കൃത്യമായി പഠിക്കുക, പഠനത്തുക എന്നുള്ളതാണ്. നമ്മളിപ്പോ സംസാരിക്കുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികളെ കാണാതായ മത്സ്യത്തൊഴിലാളി 11 ദിവസം കഴിഞ്ഞിട്ടുള്ള സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതുവരെ കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. പക്ഷെ അവരുടെ കുടുംബവും മത്സ്യത്തൊഴിലാളികളും ഒക്കെ പറയുന്ന ഒരു കാര്യം, തുടക്കം മുതൽ ആ ഗോൾഡൻ അവറിൽ റെസ്ക്യൂ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ അവരെ കണ്ടെത്താൻ പറ്റുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഉള്ള ഒരു അനാസ്ഥയെ പറ്റിയിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തൊക്കെ അനാസ്ഥകളാണ് സംഭവിച്ചിട്ടുള്ളത് ഇതുവരെ നടന്ന? അത് കഴിഞ്ഞ 10 ദിവസമായിട്ട് 31-ാം തീയതിയാണ് ഇവര് അപകടത്തിൽപ്പെടുന്നത്. അതിനുശേഷമുള്ള 1-ാം തീയതി മുതലുള്ള അനാസ്ഥ പറയുകയാണെങ്കിൽ, 1-ാം തീയതി മത്സ്യത്തൊഴിലാളികൾ വന്ന് ഈ വിവരം പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ സിസ്റ്റം എല്ലാം റെഡിയായി അന്ന് മുതലേ ഓപ്പറേഷൻ പോകേണ്ടതാണ്. ഉദാഹരണത്തിന് നമ്മുടെ MSCയുടെ ഷിപ്പ് കഴിഞ്ഞ വർഷം മെയ്യില് അപകടത്തിൽപ്പെട്ടപ്പോ അതിലുണ്ടായിരുന്ന 24 ജീവനക്കാരെയും നമ്മൾ രക്ഷപ്പെടുത്തിയില്ലേ? അതെ, ഒരാൾ പോലും മരിച്ചില്ലല്ലോ. അത് ഇതിനേക്കാൾ ശക്തമായ കാറ്റായിരുന്നു. അതിനകത്തൊരു വലിയ വംശീയതയുടെ ഉണ്ട്. വിവേചനത്തിന്റെ വലിയ പ്രശ്നമുണ്ട്. കാരണം 24 പേരെ, ആ കപ്പൽ ജീവനക്കാരെ നമ്മൾ ഒരു പോറൽ പോലും ഏക്കാതെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അത് മാത്രമല്ല, ഇത് നടക്കുന്നത് 27 കിലോമീറ്റർ ഉള്ളിലാണ്. അപ്പൊ കൂടുതൽ ഉള്ളിലാണ്. അപ്പൊ എന്നിട്ട് പോലും കൂടുതൽ ഉള്ളിൽ അപകടം നടന്ന സ്ഥലത്ത് പോലും അത് പൊട്ടിത്തെറിക്കാവുന്ന പല ഘടകങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അതൊക്കെ എല്ലാം മനസ്സിലാക്കി നമ്മൾ അവരെ രക്ഷപ്പെടുത്തും. അപ്പൊ നമുക്ക് സംവിധാനം ഇല്ലാത്തതല്ല, ഉള്ള സംവിധാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഉപയോഗിക്കണോ എന്ന ചിന്തയാണ് ഈ ഫിഷേഴ്സ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കായിരുന്നാലും ഡിസാസ്റ്റർ മാനേജ്മെന്റിലുള്ളവർക്കായിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറേറ്റിലുള്ളവർക്കായിരുന്നാലും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഇത്രയും ചെയ്യണോ എന്നുള്ള ഒരു പ്രശ്നത്തിന്റെ ഒരു ഇതാണ്. വംശീയതയുടെയും വിവേചനത്തിന്റെയും അത് കാലങ്ങളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മനോഭാവത്തിന്റെയും, അത് പൊതുസമൂഹത്തിന്റെ മനോഭാവമുണ്ട്, സർക്കാർ ഭരണകൂടത്തിന്റെയും ഈ ഉദ്യോഗസ്ഥരുടെയും മനോഭാവത്തിലുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഒരു അപകടത്തിൽ പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ രക്ഷപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി അത് 1-2 ദിവസം ഇങ്ങനെ ഒരു കാണിക്കുന്നതിന് ഒരു പ്രഹസന രീതിയിൽ ഒരു ഇത് നടത്തിയാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് ഈ സർക്കാരല്ല, മുമ്പുള്ള സർക്കാർ അങ്ങനെ തന്നെയായിരുന്നു. കാലങ്ങളായിട്ടുള്ള ഒരു പ്രവണതയാണത്. അത് ഇവിടെയും നടന്നു എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗോൾഡൻ അവേഴ്സിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റെപ്പ് എടുക്കേണ്ടതാണ്. ഉടനെ തന്നെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിന് പോകേണ്ടതിനും പെർമിഷൻ കിട്ടിയില്ല, ഡീസൽ ഇല്ല, വള്ളത്തിന് സൗകര്യമില്ല, ഇതിന് ടെൻഡറിന് പൈസ കൊടുത്തൊരു ടെൻഡറിന് പൈസ കൊടുത്തില്ല, പുതിയ ടെൻഡർ കിട്ടിയില്ല, വാടകയ്ക്ക് ബോട്ട് കിട്ടിയില്ല. ഇതൊക്കെയാണ് കാരണങ്ങളായിട്ട് പറയുന്നത്. ബോട്ട് ഇറക്കാതിരിക്കാൻ ഒരു മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ അവിടെ അപകടത്തിൽ പെട്ട് കിടക്കുകയാണ്. അവര് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഓക്കിയുടെ കണക്കെടുക്കുമ്പോൾ പല മത്സ്യത്തൊഴിലാളികളും അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അവര് 5 മുതൽ 6-7 ദിവസം വരെ അവർക്ക് ജീവൻ ഉണ്ടായിരുന്നതാണ്. ഓക്കിയുടെ സമയത്ത് പോലും. ഓക്കി എന്ന് പറഞ്ഞാൽ ഒരു ചുഴലിക്കാറ്റാണ്. ഇപ്പൊ കാണാതായവരെ പറ്റിയിട്ട് ഓക്കിയുടെ സമയത്ത് 7 ദിവസം കഴിഞ്ഞ് തിരിച്ചൊന്ന് അനുഭവം ഉണ്ട്. ഈ ജോണിന് തന്നെ, അതായത് ജിജിയുടെ അച്ഛൻ ഓക്കിയുടെ സമയത്ത് രക്ഷപ്പെട്ടു വന്ന ആളാണ്. അതുകൊണ്ടാണ് ആ കുടുംബം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് അവര് തിരിച്ചു വരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും തിരിച്ചു കയറി കാണും
പിന്നെ രണ്ടാമത്തെ വീഴ്ച അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ാം തീയതി തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയില്ല. അഥവാ നടത്തിയപ്പോൾ തന്നെ 4 ഉദ്യോഗസ്ഥർ പോയവർ ശ്രദ്ധിച്ച് തിരിച്ചു വന്നു. അന്ന് പിന്നെ രക്ഷാപ്രവർത്തനം നടന്നില്ല. 2-ാം തീയതിയും 3-ാം തീയതിയും നാമമാത്ര രക്ഷാപ്രവർത്തനമാണ് നടന്നത്. അപ്പോൾ 1, 2, 3 സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനിടയിൽ ഈ അപകടത്തിൽപ്പെട്ട ആളുകൾ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞ്, ഇപ്പം നമ്മൾ നീണ്ടകരയുടെ ആണെങ്കിൽ ഏകദേശം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒക്കെ ഒഴുക്കിൻ്റെതനുസരിച്ച് കാറ്റിന്റെയും ഒഴുക്കിന്റെയും ഈ സമയത്തെ കാറ്റിന്റെ ഒഴുക്കിന്റെയും ഗതി അനുസരിച്ച് ഇവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാറ്റിനെയും ഒഴുക്കിനെയും അതുപോലെ കടൽ ജീവിതത്തെയും കൂടി അറിയുന്ന ആളുകളായിരിക്കണം ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയാലും ഫിഷേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയാലും കളക്ടറേറ്റിലായാലും കോസ്റ്റൽ പോലീസിലായാലും ഉണ്ടാകേണ്ടത്. തിരുവനന്തപുരത്ത് നിന്ന് കാണാതെ അവരെ അന്വേഷിക്കേണ്ടിയിരുന്നത് കന്യാകുമാരി ജില്ലയിലായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അത് നടക്കുന്നത് 6-ാം തീയതിയാണ്. 6-ാം തീയതി ശേഷമാണ് കളക്ടറിന് പോലും കളക്ടറിനോട് നമ്മൾ പറയുമ്പോഴാണ് ഇത് കന്യാകുമാരിയിൽ പോയി അങ്ങോട്ട് ആള് പോകാൻ സാധ്യതയുണ്ട്, അപ്പോൾ നിങ്ങൾ തമിഴ്നാട് സർക്കാരും കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ നടത്തേണ്ടത് എന്ന് പറയുമ്പോഴാണ് കളക്ടർ നമുക്ക് കന്യാകുമാരിയിലെ ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് സംസാരിക്കാമെന്ന് പറയും. അപ്പം ഈ ബേസ് നമ്മൾ പറയേണ്ടി വരും. ഇത് എപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അവർക്കറിയാവുന്നതാണ്, അവർ ചെയ്യുന്നതാണ്, സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടതാണ് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് നമ്മൾ ചോദിക്കുമ്പോഴാണ് അവർക്ക് ഇതുപോലും ഉണ്ടാകുന്നത്. ഇനി അതിനു മുമ്പ്, അതായത് 4-ാം തീയതി ജിജിയുടെ കുടുംബവും കോസ്റ്റൽ ഏരിയയിലെ യുവാക്കളും ചേർന്ന് വിഴിഞ്ഞം ഫിഷറീസ് സ്റ്റേഷനിൽ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയതിനു ശേഷമാണ് ചില കാര്യങ്ങൾ അവർ ചെയ്യാന്ന് പറഞ്ഞത്. അന്ന് ചെയ്തില്ല, നെക്സ്റ്റ് ഡേ ആണ് ചെയ്തത്. നെക്സ്റ്റ് ഡേ ചെയ്തപ്പോ 5-ാം തീയതി ചെയ്തതിന്റെ ഒരു ഡോക്യുമെന്റേഷൻ നമ്മുടെ കോസ്റ്റൽ യൂത്ത് തന്നെ കണ്ടുപിടിച്ച ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 3-ാമത്തെ വിഷയമാണ്. എത്ര സമയം നമ്മൾ ഒരുപാട് താമസിച്ചു. അതുപോലെ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്തിടത്ത് ചെയ്തില്ല, തമിഴ്നാട് സർക്കാരുമായിട്ട് സഹകരിച്ചില്ല. അതുപോലെ അപകടം നടന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യതയില്ല. മത്സ്യത്തൊഴിലാളികൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടും കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും സഹായത്തോടു കൂടി ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നില്ല. സെൻട്രൽ ഗവൺമെന്റിനെ ഇതിലോട്ട് കൊണ്ടുവന്നില്ല. സ്ഥല MP ശശി തരൂരിന്റെ ഇടപെടൽ ഇതിൽ കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം ഇത് ഏറ്റെടുത്തില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിൽക്കുകയാണ്. എന്നിട്ടാണ് 5-ാം തീയതിയാണ് ഇവര് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ, ഒരു ഫാൽക്കൺ ഫ്ലൈറ്റ്, ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു സംവിധാനം ഇവർ ചെയ്യുന്നു. പക്ഷെ അത് 2 മണിക്കാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത്, കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നു. 2:30 അത് വിഴിഞ്ഞം നേരെ വരുന്നു. ഒരു 3 മണിയോടുകൂടി അവര് നാഗർകോവിൽ കടലിനുള്ളിൽ തന്നെയാണ് അവർ സെർച്ച് നടത്തിയത്. ഏകദേശം നല്ല ഉള്ളിൽ തന്നെയാണ്, 30 കിലോമീറ്റർ ആ ഏരിയയിൽ അവരൊന്ന് സെർച്ച് നടത്തുന്നു. 3:30 അവർ തിരിച്ച് കൊച്ചിയിലെത്തുന്നു. അത്രേ നടന്നിട്ടുള്ളൂ. അപ്പം സെർച്ച് നടത്തിയത് ആകെപ്പാടെ 1/2 മണിക്കൂറാണ്. അങ്ങനെയല്ലല്ലോ സെർച്ച് നടത്തേണ്ടത്. ഒരു കാണാതെ ഒരു ആളുകളെ കണ്ടെത്തേണ്ടത് അങ്ങനെയാണ്. അപ്പൊ അതാണ് ഈ ജോണിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു സംഗതിയും കൂടെയാണല്ലോ. ആ ഒരു ഇടപെടൽ പോലും നടന്നില്ല എന്നുള്ള പരാതിയും നിലനിൽക്കുന്നുണ്ട്. അത് സത്യമാണ്. ഭരണസ്ഥിര ഫിഷേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അനങ്ങിയിട്ടില്ലല്ലോ. ഫിഷേഴ്സ് മിനിസ്റ്റർ ഇതിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല. ആദ്യ ദിവസങ്ങളൊന്നും മിണ്ടിയിട്ടില്ല. അതും ഫിഷേഴ്സ് മന്ത്രി ഇതൊന്നും അറിയാത്ത ആള് പോലെയാണ് തോന്നുന്നത്. അയാൾക്ക് ഈ മേഖലയെ കുറിച്ച് വലിയ മുൻപരിചയമോ അല്ലെങ്കിൽ ഇത് കെയർ ചെയ്തതിനു ശേഷമുള്ള പരിചയം ഇല്ലാത്ത ഒരാൾ പോലെയാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം ഒരിക്കൽ പോലും ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടില്ല. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഇന്ന രീതിയിൽ ഇതിന്റെ ഓപ്പറേഷൻ നടത്തുന്നു എന്ന് ഇന്നേ വരെ ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടില്ല. പത്രക്കാർ ചോദിക്കുമ്പോഴാണ് ഇദ്ദേഹം പറയുന്ന മറുപടി അത് കളക്ടറും മറ്റും ചെയ്തോളും. അതൊരു ഒഴുക്കമട്ടിലാണ്, ഒരു ആത്മാർത്ഥതയില്ലായ്മ അതിലുണ്ട്, ഒരു മനോഭാവത്തിന്റെ പ്രശ്നമുണ്ട്. ഇവരോട് അങ്ങനെ രക്ഷപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ള, അവര് എന്തായാലും പോട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇത്തവണ പ്രത്യേകിച്ച് ജിജിയുടെ കുടുംബവും യുവാക്കളും തീരുമാനിച്ചു അങ്ങനെ വിടാൻ പറ്റില്ല. ഷിജിന്റെ ഭാര്യയും ശക്തമായിട്ട് തന്നെ സമരത്തുന്നു. അതുപോലെ തന്നെ നീണ്ടകരയിൽ നിന്ന് കാണാതായ അവരും ശക്തമായിട്ട്, ആ കുടുംബവും ശക്തമായിട്ട് വന്നതുകൊണ്ടാണ് അത് അപ്പോഴത്തേക്ക് 5-6 ദിവസം കഴിഞ്ഞു. അപ്പൊ ഇപ്പോഴും അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കളക്ടറിന്റെ മീറ്റിംഗിന് ശേഷം ധാരണയായത് രാവിലെ ഒരു അപ്ഡേറ്റ് കൊടുക്കും, വൈകുന്നേരം ഒരു അപ്ഡേറ്റ് കൊടുക്കും.
രാവിലെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള അപ്ഡേറ്റ് കൊടുക്കും, വൈകുന്നേരം എന്തൊക്കെ ചെയ്തു എന്നുള്ള അപ്ഡേറ്റ്. ഞങ്ങൾ അതിന്റെ സമയക്രമം നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ റെക്കോർഡിൽ പറയുന്ന ചെയ്തെന്ന് പറയുന്ന കാര്യങ്ങൾ എത്ര മണിക്കൂർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ആ ഫാൽക്കൺ ഫ്ലൈറ്റ് വന്ന് അരമണിക്കൂർ ഓപ്പറേഷൻ നടത്തി തിരിച്ചു പോയതുപോലെയാണ് പല കാര്യങ്ങളും. നമ്മൾ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിരുന്ന ഇൻഫർമേഷൻ ആണ്. ഇത് സർക്കാരിന് അവൈലബിൾ ആണ്. കാരണം അത് റെക്കോർഡ് ചെയ്യണമല്ലോ, എവിടെ പോകുന്നു, എത്ര സമയം പോകുന്നു, ഇതിനു വേണ്ടി വരുന്ന ഇന്ധന ചെലവ്, മറ്റു ചെലവുകൾ എല്ലാം സർക്കാരിന് കൊടുക്കണമല്ലോ. അപ്പൊ അതനുസരിച്ച് റെക്കോർഡ് സർക്കാരിന്റെ കയ്യിലും, സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിടട്ടെ. ഏതൊക്കെ രീതിയിലാണ് അത് ഇന്നവരെ ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഓപ്പറേഷൻ, ആരാണ് ഓപ്പറേഷൻ നടത്തുന്നത്, എത്ര പേരാണ് ഓപ്പറേഷൻ നടക്കുക, എവിടെയാണ് അവർ പോയത്, ഏത് സമയത്താണ് പോയത്, ഇതിനെ കുറിച്ചൊന്നും കൃത്യതയില്ല. ഈ കൃത്യത പറയേണ്ടത് ആരാണ്? ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് പറയണം, അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചെയർമാനായ മുഖ്യമന്ത്രി പറയണം, അല്ലെങ്കിൽ സ്ഥല MLA യോ കളക്ടറേറ്റോ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റോ പറയണം. ഇവരാരും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പം ഇത് തുടക്കം മുതലേ ഇതിലുള്ള വീഴ്ചകൾ നമുക്ക് ഭയങ്കര എവിഡന്റ് ആണ്. പിന്നെ ഞങ്ങൾ കളക്ടറുമായിട്ടുള്ള മീറ്റിംഗിൽ സംസാരിച്ചപ്പോൾ നമ്മൾ ചോദിച്ചു, ഈ നിങ്ങൾ കടലിലെ ഒരാള് അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ രക്ഷപ്പെടുത്തുന്നതിന് നിങ്ങളുടെ മാർഗങ്ങൾ എന്താണ്, എന്തൊക്കെ SOP എന്താണ്, സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്താണ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചപ്പോൾ കരയിൽ ഓറഞ്ച് ബുക്ക് മാത്രമേ ഉള്ളൂ. അത് ഓറഞ്ച് ബുക്ക് എന്ന് പറഞ്ഞാൽ മഴയുമായി ബന്ധപ്പെട്ടതാണ്. മഴയുടെ മുന്നറിയിപ്പിനെ സംബന്ധിച്ചുള്ള അളവിനെ കുറിച്ചുള്ള അതാണ് ഈ ഓറഞ്ച് ബുക്ക് എന്ന്. ഇന്നേ വരെ കടലുമായി ബന്ധപ്പെട്ട ഒരു SOP അവർക്ക് ഇതുവരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ഓർക്കണം, ഓഖയുടെ സമയത്ത് 200-ൽ കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രം നമുക്ക് തിരുവനന്തപുരം അത് തൊട്ടടുത്തുള്ള കോസ്റ്റിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടതാണ്. എന്നിട്ട് പോലും നമുക്ക് SOP നമ്മൾ ഇന്നുവരെ എഴുതില്ല. അതുപോലെ തന്നെ ഏകോപനം ഇല്ലായ്മ. അതായത് ഇതില് പ്രധാനമായി അപകടം നടന്ന ജിജിയുടെ അച്ഛൻ ജോണങ്ങൾ കാണാതായ സ്ഥലത്ത് നമ്മൾ അത് കുറച്ച് ഉള്ളിലാണ്, 12 നോട്ടിക്കലിന് അപ്പുറത്താണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോസ്റ്റ് ഗാർഡിന്റെ സേവനം നേരത്തെ ചോദിക്കണമായിരുന്നു, നേവിയെ നേരത്തെ നമ്മൾ ഇറക്കണമായിരുന്നു. അപ്പോഴവർ പറയണം നേവി ഇറങ്ങുന്നുണ്ട്, ഇറങ്ങും. ഇത് നമ്മൾ ഇമ്മീഡിയറ്റ് ചെയ്യേണ്ടതല്ലേ, ഇത് റാപ്പിഡ് റെസ്പോൺസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. പക്ഷെ ആ രീതിയിലുള്ള ഒരു ഏകോപനം ഇല്ലായ്മയുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിനാണ് ഇതിന്റെ ടെക്നോളജി ഉള്ളത്, കേരളത്തിനേക്കാൾ എഫിഷ്യന്റ് ആയിട്ടുള്ള ടെക്നോളജി അവർക്കാണുള്ളത്. അവർ ഇതിൽ എന്തുമാത്രം ആൾമാർക്സോടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരോട് സംസ്ഥാന ഗവൺമെന്റ് എത്രത്തോളം പ്രഷർ ചെലുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തെ കുറിച്ചൊക്കെ ഇപ്പോഴും സംശയങ്ങളുണ്ട്. ഇപ്പോ SOP ഇല്ലാന്ന് നമുക്ക് മനസ്സിലായി. കാലാവസ്ഥ പ്രതിഭാസങ്ങൾ ഇങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടും പലപ്പോഴും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്ന രീതിയിലൊക്കെ തീവ്രമായി കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മുടെ ഈ മത്സ്യത്തൊഴിലാൾ മേഖലയെ തന്നെ ഒന്ന് എന്താ പറയുക നവീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഒപ്പം ഈ അപകട സാധ്യതകൾ, അപകട ഇൻസിഡൻസ് കൂടുമ്പോൾ എന്തൊക്കെയാണ് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ? ഇപ്പൊ പുതിയൊരു സർക്കാർ വന്നിട്ടുണ്ട്, സർക്കാരിന് ഉണ്ടാക്കാവുന്ന SOP എന്താണ്, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, കൃത്യമായ കാലാവസ്ഥ വിവരം കൊടുക്കുക എന്നുള്ളതാണ്. ഇനി കൃത്യമായ കാലാവസ്ഥ വിവരങ്ങൾ കൊടുക്കാനുള്ള ഏജൻസി ഇല്ലെങ്കിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അത് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ രീതിയിലും. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് വർഷം തോറും ഇവരെ ഫിഷറീസ് മെമ്പർഷിപ്പിന് പൈസ വാങ്ങുന്നത്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് എഞ്ചിന് പൈസ വാങ്ങുന്നത്. അതുപോലെ തന്നെ ഇൻഷുറൻസിന് പൈസ വാങ്ങുന്നത്. അപ്പൊ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവരുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നടക്കും. പിന്നെ ആളുകൾ ക്യൂവിൽ നിന്ന് അതൊക്കെ അവർ ചെയ്യിപ്പിച്ചെടുക്കും, പലതവണ മെസ്സേജ് അയക്കും, ഭീഷണിപ്പെടുത്തും, നിങ്ങൾക്ക് ഇത് നിങ്ങൾ അടച്ചില്ലെങ്കിൽ ഇന്ന ആനുകൂല്യം കിട്ടില്ല എന്നൊക്കെ പറയും. അതൊക്കെ അവർ ചെയ്യും. പക്ഷെ ഇക്കാര്യത്തില് അത്രയും ആത്മാർത്ഥത കാണില്ല. ഇപ്പൊ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മത്സ്യത്തൊഴിലാളികൾക്ക് ലോക്കലൈസ്ഡ് വെതർ ഇൻഫർമേഷൻ കൊടുക്കുക, പ്രാദേശികമായിട്ടുള്ള വിവരങ്ങൾ കുസാറ്റ് യൂണിവേഴ്സിറ്റിയുടെ സഹായത്തോടു കൂടി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം. പ്രയോഗിച്ച് വിജയിച്ചൊരു മോഡൽ നിലനിൽക്കുന്നുണ്ട്. സയന്റിഫിക്കലി ചെയ്യേണ്ട എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു ടെക്നിക്കൽ നോഹൗ ടെക്നോളജി നിലനിൽക്കുന്നുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സർക്കാർ ആദ്യം ചെയ്യേണ്ടത്. അപ്പം ആളുകളുമായിട്ട് നിരന്തരം സമ്പർക്കത്തിലൂടെയാണ് ഇത് ചെയ്യേണ്ടത്. ഈ ടെക്നോളജി നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകാം. അതിൻ്റെ അകത്ത് ഇത് പെർഫെക്റ്റ് എന്നല്ല, എപ്പോഴും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള, കാരണം കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് തൊഴിൽ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫിഷ് ഒരുപാട് ഉള്ളിൽ പോകുന്നതിനനുസരിച്ച് മത്സ്യത്തൊഴിലാളികൾ അവരുടെ പുറകെ ഉള്ളിലോട്ട് പോകുന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു.
അപ്പൊ അതിനെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള നിരന്തര സമ്പർക്കം വേണം. മത്സ്യത്തൊഴിലാളികളുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ മാത്രമേ ഡിസൈൻ പരസ്പരം ഉള്ള അറിവുകളിലൂടെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വെറും വിവരങ്ങൾ മാത്രം കൊടുത്താൽ പോരാ, ആ വിവരങ്ങൾ അതുപോലെ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ഫീഡ്ബാക്ക് മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് തന്നെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് ഈ കാലാവസ്ഥ വിവരം മെച്ചപ്പെടുന്ന രീതിയിൽ എപ്പോഴും മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമം നമ്മൾ എപ്പോഴും പുതുക്കിക്കൊണ്ടേയിരിക്കണം. എങ്കിലേ നമുക്ക് ഇതിലൊരു നല്ലൊരു സയൻസ് ബേസ്ഡ് ആയിട്ട് അതുകൂടിയാണല്ലോ. സയൻസ് ഒന്ന് എപ്പോഴും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അത് നടക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്നേ വരെ നമുക്ക് SOP ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഉണ്ടാക്കണം. 2 ആഴ്ചത്തെ കാലാവധിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, അത് ഉടനെ തന്നെ ഉണ്ടാക്കണം. അത് പബ്ലിക്കിന് അവൈലബിൾ ആയിരിക്കണം, തൊഴിലാളികൾക്ക് അവൈലബിൾ ആയിരിക്കണം. അത് ഇംഗ്ലീഷിൽ മാത്രം പ്രിപ്പയർ ചെയ്താൽ പോരാ, അത് മലയാളത്തിലും പ്രിപ്പയർ ചെയ്യണം. പറ്റുമെങ്കിൽ അതായത് അവർക്ക് പരിചിതമായ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് പരിചിതമായ അവർക്ക് മനസ്സിലാകുന്ന മലയാളത്തില്, കോസ്റ്റൽ മലയാളത്തിലോ അങ്ങനെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതുവരെ ചെയ്തിട്ടില്ല. 2017 ഓക്കെ ഉണ്ടായതിനു ശേഷം ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഉണ്ടാകണം. അതിന് SOP ഉണ്ടായ അതൊരു എന്താണ് ഫിക്സ്ഡ് ആയിട്ട് വയ്ക്കാൻ പാടില്ല. ഇതിലെപ്പോഴും റിവ്യൂ നടത്തണം. ഒരു വർഷത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് എങ്ങനെ ഇതിനെ മെച്ചപ്പെടുത്താം. ഇതൊരു നിരന്തരം നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. ഇത് കടലാണ്. കടല് ഡൈനാമിക് പ്രോസസ്സാണ്. അത് ഫിക്സ്ഡ് അല്ല, അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വാട്ടർ ബോഡിയാണ്. അതിനനുസരിച്ച് ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഡൈനാമിക് ആയേ പറ്റുള്ളൂ. അത് മുതൽപ്പൊഴിയിലാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റണം. പിന്നെ ചെറുകിട യാനങ്ങൾക്കാണെങ്കിൽ അതിനനുസരിച്ച്. അപ്പൊ അത്തരത്തിലുള്ള ഒരു SOP തയ്യാറാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഒരു കാര്യം, ഈ ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതി അത് അഗൈൻ മത്സ്യത്തൊഴിലാളികൾക്ക് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവർക്ക് കൊടുക്കുന്ന രീതിയിൽ അത് ഇപ്പം മരീനാടൊക്കെ ഉള്ളതുപോലെ അവരുടെ പബ്ലിക് ഡിസ്പ്ലേ ബോർഡിൽ അവരുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ അവരുടെ വില്ലേജിൽ തന്നെ ഉള്ള ഡിസ്പ്ലേ ബോർഡ് ഉണ്ടെങ്കിൽ അവർക്ക് അത് നോക്കി മനസ്സിലാക്കി അത് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അതവിടെ നോക്കിയിട്ട് ആരെങ്കിലും ഒരാളെ ഓപ്പറേറ്റ് ചെയ്യാൻ ഏൽപ്പിക്കുക. അതുവഴി കടലോരത്ത് യുവാക്കളുടെ തൊഴിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന എൻവയോൺമെന്റൽ സയൻസോ ഫോക്കാസ്റ്റ് സയൻസോ പഠിക്കുന്നവരെ തന്നെ അത് ഏൽപ്പിക്കാം. മത്സ്യ മേഖലയിൽ നിന്നുള്ളവർ തന്നെ അത് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ആളുകൾ ആരായിരിക്കണം എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം അവരാകുമ്പോൾ അവിടെ കടലുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു അറിവുണ്ട്. ഇപ്പൊ ശാസ്ത്രലോകം അതിനെ റിലേഷണൽ സയൻസ് എന്നാണ് പറയുന്നത്. ഇത് ചിലപ്പോൾ എവിടെയൊക്കെ പുതിയ അറിവായിരിക്കും. ആ റിലേഷണൽ സയൻസിനെ നമ്മൾ ബഹുമാനിക്കണം. അപ്പൊ അത്തരത്തിൽ റിലേഷൻഷിപ്പിലൂടെ ഒരു എക്കോസിസ്റ്റമായിട്ടുള്ള നിരന്തരമായ റിലേഷൻഷിപ്പിലൂടെ രൂപപ്പെടുത്തിയെടുത്ത വിജ്ഞാനത്തെ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷനാണ് നടത്തുന്നത്. അത് ചെയ്യാൻ കഴിയുന്നവർ ഇന്നത്തെ അവസ്ഥയിൽ കടലോരത്ത് താമസിക്കുന്ന മനുഷ്യർ തന്നെയാണ്. ഈ മീൻപിടുത്തക്കാരുടെ കടലോര സമൂഹത്തിലെ തന്നെ ആളുകളെ തന്നെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കേണ്ടത്, റെസ്ക്യൂ ഓപ്പറേഷൻ ഉപയോഗിക്കേണ്ടത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം മുതലപ്പൊഴിയിൽ തന്നെ കടലോരത്തു നിന്നുള്ള ആളുകളാണ് ചില സമയങ്ങളിലൊക്കെ നേരത്തെയൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിയപ്പോൾ കടലോരത്തുള്ള ആളുകളാണ് നന്നായിട്ട് ആളുകൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ പല സമയത്ത് അപകടം നടന്നപ്പോൾ. അപ്പൊ ആ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ തന്നെ കടലോരത്തുള്ളവർക്ക് തന്നെ ഈ നമ്മള് ട്രൈബൽ മേഖലയിലും അതുപോലെ തന്നെ ഫോറസ്റ്റ് മേഖലയിലും അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ ആളുകളെ തന്നെ ഏൽപ്പിക്കുന്നത് പോലെ ഫിഷറീസ് മേഖല മുഴുവനായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അവരെ പരിശീലിപ്പിക്കേണ്ടവരെ പരിശീലിപ്പിക്കുക, അതുപോലെ തന്നെ ഈ ജോലിയിൽ ഉൾപ്പെടുത്തുക. അതുകൊണ്ട് ആ മേഖലയെ ഫിഷറീസ് മേഖലയെ കംപ്ലീറ്റ് ഈ സ്ഥാനങ്ങളിൽ വരേണ്ടത് മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ളവരാണ്. അവർക്കറിയാലോ, അവരത് ചെയ്യട്ടെ. നിങ്ങൾ ഇത് ഫോറസ്റ്റിൽ എന്താണ് ചെയ്യുന്നത്, അവിടുത്തെ ആ തദ്ദേശവാസികളെ അല്ലേ നമ്മൾ ഇത് എടുക്കുന്നത്. അതുപോലെ അവിടുത്തെ ഇൻഡിജിനസ് പീപ്പിളിനെ ഇത് ചെയ്യുന്നത് പോലെ തന്നെ കോസ്റ്റൽ ഇൻഡിജിനസ് പീപ്പിളിന് തന്നെ ഈ സംവിധാനം റെസ്ക്യൂ ഓപ്പറേഷൻ ആയാലും ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ അവരെ ഏൽപ്പിക്കുക. അവർക്ക് വേണ്ടിയുള്ള പരിശീലനം മോണിറ്ററിംഗ് എന്ന നിലയിലോട്ട് ഡിപ്പാർട്ട്മെന്റ് മാറുക എന്നുള്ളതാണ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മാറുക എന്നുള്ളതാണ്. പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള ഒരു കോർഡിനേഷൻ അത് തീർച്ചയായിട്ടും ചെയ്യണം. അത് SOPയിൽ അതൊക്കെ കൊണ്ടുവരണം. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ള അക്കൗണ്ടബിലിറ്റി വളരെ പ്രധാനം. ഇപ്പം ജൻസിയുടെ പ്രൊട്ടസ്റ്റിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ അക്കൗണ്ടബിലിറ്റി നമുക്ക് ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയമാണ്. അതുപോലെ മുതലപ്പൊഴിയിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ അക്കൗണ്ടബിലിറ്റി
ആരെങ്കിലും ഏറ്റെടുത്തേ പറ്റുള്ളൂ. അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അങ്ങനെ, CWPRS ആണെങ്കിൽ അങ്ങനെ, അതിനുവേണ്ടി പഠനം നടത്തിയവരാണെങ്കിൽ അങ്ങനെ, ചെന്നൈ IIT ആണ് അത് ഡിസൈൻ ചെയ്തെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്തെങ്കിൽ അങ്ങനെ, അവർ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റുള്ളൂ. ഈ മരണങ്ങളുടെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്ത് അതിനനുസരിച്ചുള്ള നിയമ നടപടികൾ കൂടി അതിൽ ഉണ്ടാകണമെന്നുള്ളതാണ്.